നിങ്ങൾ പറഞ്ഞ വളരെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഏതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ മൂവ്മെന്റിനും പല സ്വഭാവത്തിലുള്ള ഇതിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അത് ഏത് പാർട്ടി എടുത്തു കഴിഞ്ഞാൽ, മുസ്ലിം ലീഗ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, മുസ്ലിം ലീഗ് എന്തിനു വേണ്ടിയാണ് രൂപീകരിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്തായിരുന്നു മുസ്ലിം ലീഗിന്റെ രൂപീകരണം. പക്ഷെ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഉള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കാണുന്നത്. ഇനി നിങ്ങളെ ഒരു ഫലസ്തീൻ അനുഭവം ഉണ്ടല്ലോ, ഫലസ്തീനിൽ പോയ ഈ ഗാസയൊക്കെ കണ്ട ഒരാൾ എന്നുള്ളവർക്ക് ആ അനുഭവം ഒന്ന് വിശദീകരിക്കാം. ഗസയിലെ നമ്മുടെ ഒരു വായനയിൽ വളരെ ഉള്ള ഒരു സംഗതിയാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഗസ 2007 ഗസയിൽ 2007 മുതൽ ഗസയിൽ ഇസ്രായേൽ ഉപരോധം പ്രഖ്യാപിക്കുന്നുണ്ട്. ഉപരോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും അവിടേക്ക് അതൊരു ജയിലായി മാറുകയാണ്. ഓരോ നിലക്കും ആളുകൾക്ക് പ്രവേശിക്കാൻ പറ്റും. വെച്ചാൽ കൺട്രോൾഡ് എൻട്രി മാത്രമുള്ള ഒരു ഏരിയ. കടലിലൂടെ പോകാൻ പറ്റില്ല, ആകാശത്തൂടെ പോകാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കെ തന്നെയാണ് അതിന് മേലിൽ നിരന്തരമായിട്ട് യുദ്ധങ്ങൾ എന്ന പേരിൽ ആക്രമണം ഉണ്ടാകുന്നത്. ഇത് എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക അത്ഭുതപ്പെടുത്തിയ സംഗതി. ഇതെങ്ങനെയാണ് ഇവർ സർവൈവ് ചെയ്യുന്നതെന്നൊരു പ്രശ്നം. ചെറിയൊരു അതുകൊണ്ട് അവിടെ ഒന്ന് പോകണം. വളരെ സൂക്ഷ്മമായി നമ്മൾ ഫോളോ ചെയ്യും അവിടെ നിന്നുള്ള വാർത്തകൾ. അറബിക്ക് ഇതിനകത്താണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും സൂക്ഷ്മമായിട്ട് ഫോളോ ചെയ്യും. അതിനിടയിലാണ് 2012 ഒടുവിൽ ഈ ഒരു യുദ്ധം പൊട്ടി പുറപ്പെടുന്നത്. ആ യുദ്ധത്തിൻ്റെ കാരണം 2012 നവംബർ ഒടുവിലാണ് അഹമ്മദ് ജാബരി എന്ന് പറഞ്ഞിട്ട്, അന്നത്തെ ഇസുദ്ദീൻ ഖസാം ബ്രിഗേഡിൻ്റെ ഡെപ്യൂട്ടി ചീഫായിരുന്നു അഹമ്മദ് ജാബരി. അദ്ദേഹം കൊല്ലപ്പെടും. അദ്ദേഹം കാറിൽ യാത്ര ചെയ്യുമ്പോൾ കൊല്ലപ്പെടുന്നു. ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. അതിനെ തുടർന്ന് ഹമാസ് തിരിച്ചടിക്കുന്നു, റോക്കറ്റുകൾ അയക്കുന്നു. അത് വലിയൊരു യുദ്ധമായിട്ട് രൂപപ്പെടുന്നു. വലിയ ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടും. അപ്പോൾ ആ യുദ്ധം നടക്കുമ്പോൾ ഞാനന്ന് മാധ്യമത്തിലാണ് വർക്ക് ചെയ്യണത്. എനിക്കൊരു ഭയങ്കരമായ ആഗ്രഹം അവിടെ പോയിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്യണം, ഭയങ്കര ആഗ്രഹം. അത് ഞാൻ എഡിറ്ററോട് പറയുന്നു. പക്ഷേ എഡിറ്റർ അതിന് സമ്മതിക്കുന്നില്ല. കാരണം ഒരു ലോക്കൽ ന്യൂസ് പേപ്പറിന് അത്രയും വലിയൊരു കവറേജിൻ്റെ ആവശ്യം ഒരു പക്ഷേ ഉണ്ടാവില്ല. മാത്രമല്ല നിങ്ങളെ സേഫ്റ്റിയും അങ്ങനെയൊക്കെ ആയിരിക്കാം. അവിടെ എങ്ങനെ അതും ഒരു വിഷയമാണ്, അങ്ങനെ പോകുന്നുള്ളൊരു പ്രശ്നം. അങ്ങനെ പക്ഷെ ഞാൻ ലീവ് എടുത്തിട്ട് സ്വന്തം നിലക്ക് പോകുകയാണ്. പക്ഷെ അത് യുദ്ധം നടക്കുമ്പോഴാണ് നമ്മൾ പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നത്. പക്ഷേ ഗസയിൽ പോകാൻ അത്ര എളുപ്പമല്ല. അവിടെ എത്തുമ്പോഴേക്ക് ഇത് സീസ് ഫയർ ആയിട്ടുണ്ട്. യുദ്ധം കഴിഞ്ഞ ഉടനെയാണ്. എനിക്ക് തോന്നുന്നു സീസ് ഫയർ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീക്കാണ് അവിടെ എത്തുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ മാതിരി ഞാനതിനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് പോകുന്നത്? ഈ കെയ്റോയിൽ നിന്ന് ബൈ റോഡ് റഫായിലേക്ക് പോകുന്നു. അപ്പോൾ അവിടുന്ന് കെയ്റോയിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ ഡോക്യുമെന്റ്സ് ശരിയാക്കേണ്ടത്. അങ്ങോട്ട് പോകാൻ അത് ദിവസങ്ങൾ എടുത്തിട്ടുണ്ട്. കെയ്റോയിൽ ദിവസങ്ങൾ അങ്ങനെ അത് ഒന്നാമത് ഈ ഈജിപ്ഷ്യൻ ബ്യൂറോക്രസിയാണ് ലോകത്തിലെ ഏറ്റവും അൺസഹിക്കബിളായിട്ടുള്ള കയോട്ടിക്. ഇത്രയും ഒരു കയോട്ടിക് സിസ്റ്റം ലോകത്ത് എവിടെ നമുക്ക് കാണാൻ പറ്റില്ല സാധാരണ അതിൽ. അപ്പം ഗസയിലേക്കുള്ളൊരു യാത്ര എന്ന് പറയുമ്പോൾ അത് കൂടുതൽ പ്രശ്നമാകും. അവർക്ക് താല്പര്യമില്ല. അയ്യോ അത് അതിഭയങ്കരമാണ്. അങ്ങനെ ദിവസങ്ങൾ എടുത്തിട്ടാണ് ആ ഡോക്യുമെന്റ്സ് ശരിയാവുന്നത്. അതായിട്ട് അവിടെ നിന്ന് ടാക്സി പിടിച്ചിട്ട് പോവുകയാണ് റഫായിലേക്ക്. റഫായിലെത്തിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സിനായ് മരുഭൂമിയിലാണല്ലോ. വലിയൊരു വാതിലാണ്. ഞാൻ എന്താണ് പറയുക, കൊളുത്തിട്ട വാതിൽ എന്നാണ് ഞാൻ അധ്യായത്തിൽ റഫാ ബോർഡറിനെ കുറിച്ച് അതിനുണ്ട്. അവിടെ ഇങ്ങനെ നമ്മൾ കാത്തു നിൽക്കുക, മണിക്കൂറുകളോളം കാത്തു. നമ്മൾ മാത്രമല്ല, ഒരുപാട് മനുഷ്യരിങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടി പുറത്തു പോയ ആളുകൾ, പഠിക്കാൻ വേണ്ടി പുറത്തു പോയ ആളുകൾ, പിന്നെ ഉംറ ചെയ്യാൻ വേണ്ടി പോയ ആളുകൾ, ബന്ധുക്കളെ കാണാൻ വേണ്ടി വരുന്ന ആളുകൾ, സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധന്മാർ. അവരിങ്ങനെ ഇരിക്കാനുള്ളൊരു കസേര പോലും ഇല്ല. മണിക്കൂറുകളുള്ള പൊരി വെയിലത്ത് അവരിങ്ങനെ കാത്തു നിൽക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പർ ക്ലിയർ ചെയ്ത് ഒരാളെ അകത്ത് വിടാൻ മണിക്കൂറുകളെടുക്കും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ അകത്തേക്ക് കിടക്കുന്നു. പക്ഷെ അകത്ത് കടന്നു കഴിഞ്ഞാൽ അത് തികച്ചും വേറൊരു ലോകമാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ ഗസ എന്താ ഗസ ലോകത്തിന് ഏറ്റവും മനോഹരമായ ഒരു നഗരമാണ്. അവർ പഴയ ഈജിപ്തിലെ അല്ല, കെയ്റോ ഗസയും തമ്മിലൊരു കമ്പാരിസൺ പോലും ഇല്ല. അത് ശരി. ഞാൻ പോയിട്ടുണ്ട്. കെയ്റോ അറിയാലോ, അങ്ങേറ്റം വൃത്തിഹീനമാണ്, കയോട്ടിക് ആയിട്ടുള്ള. ഹുസൈൻ ഖാൻ അൽ ഖലീലൊക്കെ പോയിട്ടില്ലേ, ഒരു സാധനം നമുക്കൊന്നും കഴിക്കാൻ കഴിയില്ല.
പക്ഷെ അങ്ങനെയല്ല. ഗസ അതിമനോഹരമായൊരു നഗരമാണ്. എത്ര മനോഹരമായിട്ടാണ് അവർ ആ നഗരത്തിന് ആ ഗസ മൊത്തം അപ്പൊ ഈ അതെ, അതാണ് ഞാൻ പ്രശ്നത്തിനിടക്ക് പറയുന്നത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇടയിലും, ഈ കുഴപ്പങ്ങൾക്കെല്ലാം ഇടയിലും, ഈ യുദ്ധങ്ങൾക്കെല്ലാം ഇടയിലും ലോകത്തെ ഏറ്റവും മനോഹരമായ നഗരങ്ങളൊന്നായിട്ട് അവരതിനെ നടത്തുന്നു. അവിടുത്തെ സിസ്റ്റം, അവിടുത്തെ ട്രാഫിക്, ഞാനത് വിശദമായിട്ട് ഇതിൻ്റെ ഒരു ചവറിൻ്റെ ഒരു ചെറിയ കൂന പോലും നമുക്ക് അവിടെ തെരുവിൽ കാണാൻ പറ്റില്ല. ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവില്ല. അതിമനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ, പാർക്കുകൾ, പിന്നെ എല്ലാം ഉള്ളത് അതിമനോഹരമായിട്ട് സംവിധാനിക്കുക. ഗസ യൂണിവേഴ്സിറ്റി അല്ല, അങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നും കാണാൻ പറ്റില്ല. അത്രയും മനോഹരമായിട്ട്. അത് ശരി. ആ മനുഷ്യരുടെ സമർപ്പണം, ഡെഡിക്കേഷൻ, അവരുടെ അധ്വാനശേഷി, അപ്പൊ ഇതിന് സാധാരണമായുള്ളൊരു ജനതയാണത്. അസാധാരണമായ. അതുകൊണ്ടാണ് ഞാൻ പല ഔട്ട് ഓഫ് ഫോക്കസിൽ സംസാരിക്കും പലപ്പോഴും പറഞ്ഞത്, ഗസക്കാരെ പരാജയപ്പെടുത്താൻ അത്ര എളുപ്പമല്ല. അത്രയും സ്റ്റബോണായിട്ടുള്ള, അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, അത്രയും അധ്വാനശീലരായിട്ടുള്ള, അത്രയും അഭിമാനികളായിട്ടുള്ള, ഏറ്റവും നല്ല ഭക്ഷണമാണ് അവർ തരിക. ഞാൻ പോകുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു, നിങ്ങൾ എവിടെയാണ് താമസിക്കുക? സീനിയറായ ജേർണലിസ്റ്റാണ് ചോദിച്ചത്. അപ്പോൾ ഗസയെക്കുറിച്ച് ആളുകളുടെ ഒരു കാഴ്ചപ്പാട് അതാണത്, എന്താണ് താമസിക്കാൻ സൗകര്യം, അങ്ങനെയൊന്നുമില്ല. അവിടെ നല്ല നല്ല സൗകര്യങ്ങൾ, നല്ല മികച്ച ഹോട്ടലുകളുണ്ട്. ഉള്ളത് വെച്ച് മനോഹരമായി അവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. യുദ്ധത്തിന് തൊട്ട് ശേഷമാണ് അവിടെ പലയിടത്തും വലിയ കുറ്റം. ഈവൻ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഇസ്മായിൽ ഹനിയയുടെ 12 നില ഉള്ള ഓഫീസാണ്. ഓഫീസ് ശരിക്കും ഒരു മൺകൂനായി മാറിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കണ്ട് വേറൊരു താൽക്കാലിക സെറ്റപ്പിൽ വെച്ചിട്ടാണ്. ഇസ്മായിൽ ഹനിയെ കാണാൻ പറ്റി. പിന്നെ കെയ്റോയിൽ വെച്ച് പിന്നെ ഖാലിദ് മിഷലിനെ കാണാൻ പറ്റി. അവരായിട്ടൊക്കെ ദീർഘമായ അഭിമുഖങ്ങൾ എടുക്കാൻ പറ്റിയിട്ടില്ല, സംസാരിക്കാൻ മാധ്യമത്തിന്റെ റിപ്പോർട്ടർ എന്നുള്ള പോകുന്നത്. റിപ്പോർട്ടിംഗ് എന്നുള്ളതിനെ പുസ്തകമായിരുന്നു എൻ്റെ മനസ്സിൽ. അവിടെയുള്ള ആളുകൾ അറിയുക, നമ്മളിങ്ങനെ വായിച്ചിട്ടുള്ള സംഗതികൾ, ഖാൻ യൂനിസ്, റഫ അല്ലെങ്കിൽ ദറൽ ബല എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതെന്താണ് ഈ സംഗതി എന്ന് അറിയുക എന്നുള്ളത് ഇതുണ്ടല്ലോ. നിശ്ചയദാർഢ്യം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, സ്ഥിരചിത്തത എന്ന് പറയുന്ന, ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെയൊക്കെ എംബഡിമെൻറ്റ് എന്ന് പറയാവുന്ന ഒരു ജനതയാണ് അവർ. അതിൻ്റെ ഒരു വെച്ചാൽ അത് തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് കൈമാറി പോകുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ സ്ഥിരം പറയാം, ഇപ്പോൾ ടിബറ്റിനെ ചൈന കീഴടക്കി എന്നെങ്കിൽ ആദ്യം കുറച്ച് കാലം ചെറിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി. പക്ഷേ പിന്നെ ഇന്ന് നമുക്ക് ആർക്കും അറിയില്ല ടിബറ്റ് എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു, അറിയില്ല. നമുക്ക് ഫലസ്തീനിൽ ഇപ്പം 3ാമത്തെ ജനറേഷൻ ആയിക്കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും അന്ന് 40കളിലും 30കളിലും ഉണ്ടായിരുന്ന അതേക്കാൾ വലിയ ഫൈറ്റിംഗ് സ്പിരിറ്റും സ്വാതന്ത്ര്യം. ഒരു ശാശ്വത പരിഹാരം വേണ്ടേ? ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് സ്വതന്ത്ര ഫലസ്തീൻ. അതുവരെ ഫൈറ്റ് അവർ നിശ്ചയമായിട്ട്. ടിബറ്റിന്റെ ആത്മീയ നേതാവ് തന്നെ അവിടുന്ന് പോകുന്ന താമസാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കോളനൈസേഷനെ ഇന്റേണലൈസ് ചെയ്തു. ഒരു തലമുറ പോലും അതിനെതിരായുള്ള റെസിസ്റ്റൻസ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പക്ഷെ ഫലസ്തീൻ അങ്ങനെയല്ല, തലമുറ കഴിയുന്തോറും റെസിസ്റ്റൻസിന്റെ തീവ്രത കൂടുകയാണ്. അത് ലോകത്ത് അവിടെ മാത്രം, ഫലസ്തീനിൽ മാത്രമല്ല. അതിന് കാരണമായിട്ട് മനസ്സിലാക്കിയ എന്താ? അവരുടെ ദേശീയ ബോധം, ആ ഫൈറ്റിംഗ് സ്പിരിറ്റ്, ലക്ഷ്യബോധം. അതുപോലെ അതിലും വേറൊരു ചരിത്രപരമായി നമ്മൾ കാണുന്നുണ്ട്. ഫലസ്തീൻ എന്ന് പറയുന്ന ആ പ്രദേശം നമ്മൾ ഹ്യൂമൻ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫലസ്തീൻ പ്രദേശം ആരുടെ കയ്യിലാണ്? അവരാണ് ലോകത്തെ ലോകക്രമം നിയന്ത്രിച്ചിരുന്നത്. അതാണോ ജൂതന്മാരെ? അത് ഇന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് അമേരിക്ക. അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേൽ ഇല്ല. 51st സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്, ഇസ്രായേലിന്റെ ഒരു പ്രോവിൻസാണ് അമേരിക്ക എന്ന് പറയുന്ന ആളുകൾ. ഇസ്രായേലാണ് അമേരിക്ക നിയന്ത്രിക്കുന്നത്. ഇത്രയാലും ഈ പറയുന്ന ഇതൊരു സെറ്റിലർ കൊളോണിയൽ പ്രോജക്റ്റാണ്. അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും രണ്ടും സെറ്റിലർ കൊളോണിയൽ പ്രോജക്റ്റാണ്. ഇപ്പോൾ അമേരിക്കയുടെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക എന്ന് നമ്മൾ പറയുന്നു. എങ്ങനെയാണ് കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക എന്ന് പറയാം? കൊളംബസ് അവിടെ ചെല്ലുമ്പോൾ അവിടെ നേറ്റീവ് ഇന്ത്യൻസ് ഉണ്ട്, ലക്ഷക്കണക്കിന് മനുഷ്യൻ ജീവിക്കുന്നു. അപ്പൊ അവരിതുവരെ അത് കണ്ടുപിടിച്ചിട്ടില്ലേ? കൊളോണിയൽ ഹിസ്റ്ററിയെ കുറിച്ചുള്ള ആരാണ് ആരെ കണ്ണ് എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന നേറ്റീവ് ഇന്ത്യൻസിന് അവരുടെ മതം എന്തായിരുന്നു, അവരുടെ സംസ്കാരം എന്തായിരുന്നു, ലാംഗ്വേജ് എന്തായിരുന്നു, ക്യുസീൻ എന്തായിരുന്നു, അതറിയില്ലല്ലോ. അത് അറിയാത്ത വിധം ആ സെറ്റിലർ കൊളോണിയലിസം എന്താണ് നോർമലൈസ് ചെയ്യപ്പെട്ടു.
പക്ഷെ ഫലസ്തീൻ്റെ കാര്യത്തിൽ അത് സംഭവിക്കുന്നില്ല. അവർ നോർമലൈസ് ചെയ്യാൻ സന്നദ്ധമാവുന്നില്ല. സ്പിരിച്വലി സന്നദ്ധമല്ല, പൊളിറ്റിക്കലി സന്നദ്ധമല്ല, കൾച്ചറലി സന്നദ്ധമല്ല. അവർ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഓരോ പോയിന്റിൽ. അപ്പം ഈ ഫലസ്തീൻ്റെ മോചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറിയ പീസ് ഓഫ് ലാൻഡാണ്. ആ ഒരു പീസ് ഓഫ് ലാൻഡിൻ്റെ മോചനമല്ല സംഭവിക്കുക, ഈ വേൾഡ് ഓർഡറിൻ്റെ മാറ്റമാണ്. അതിലൂടെ അത് ദാറ്റ് മീൻസ് ഇറ്റ്സ് എ കോസ്റ്റ്ലി അഫെയർ. വലിയ വില കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, അൾജീരിയ എന്ന് പറയുന്ന രാജ്യത്തിന് സ്വതന്ത്രമാകാൻ 6 ലക്ഷം മനുഷ്യരെ ജീവൻ കൊടുക്കേണ്ടി കൊടുക്കേണ്ടതുണ്ട്. അത് തൊട്ടടുത്താണല്ലോ കിടക്കുന്നത്, അധികം ദൂരം. ഇതിപ്പോ ഒരു അതെ അതെ, അതൊക്കെ ഒരേ റോളാണല്ലോ. ഞാൻ ചോദിക്കുന്നത്, അവർക്ക് അങ്ങനെ ശാശ്വത പരിഹാരം ഈ ലോകക്രമത്തിൽ സാധ്യമാണ് എന്നുള്ളത് ഇല്ല. അതാ പറയുന്നത്, ഈ ഫലസ്തീന മോചനവും ഈ ലോകക്രമത്തിന്റെ മാറ്റവും ഒരുമിച്ച് സംഭവിക്കുന്ന, അല്ല അതൊരു പാരഡൈം ഷിഫ്റ്റ് ആയിട്ട് സംഭവിക്കുന്ന കാര്യം. അല്ല ഫലസ്തീന മോചനം എന്ന് മാത്രമുള്ളൊരു സംഗതി. ഇനി നമ്മൾ ഇന്ത്യൻ കോണ്ടക്സ്റ്റിലേക്ക് വരാം. നമ്മളിപ്പോൾ അവസാനിപ്പിക്കാൻ നമുക്ക് എന്നാൽ ഇപ്പം ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഫാസിസം അല്ലെങ്കിൽ BJP അധികാരത്തിലിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോഴത്തെ ഒരു മുസ്ലിം പൊളിറ്റിക്സിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? മുസ്ലിം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ സാധാരണ പറയുന്ന ഒരു മുസ്ലിം ക്വസ്റ്റ്യൻ, മുസ്ലിം പ്രശ്നം, ദലിത് പ്രശ്നം എന്ന് നമ്മൾ 2 പ്രശ്നം. മുസ്ലിം പ്രശ്നവും ദലിത് പ്രശ്നവും ഇവിടെ ഉണ്ട്. പക്ഷേ മുസ്ലിം പ്രശ്നത്തിൻ്റെ ഒരു അടിസ്ഥാനം ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മുസ്ലിം പ്രശ്നം എന്നൊരു പ്രശ്നം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. പ്രശ്നം ഉണ്ട്, ദലിത് പ്രശ്നം പറയാം. ദലിത് പ്രശ്നം പറയാന്നുള്ളതല്ല, ദലിത് ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എൻഡോസ് ചെയ്യപ്പെട്ടതാണ്. അത് ശരിയാണ്. കാരണം ദലിതുകൾക്ക്, കാരണം വി ഹാവ് SC/ST അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. എന്തുകൊണ്ടാണ്? ഒരു റൂമിയെ തല്ലുന്നത് പോലെയല്ല SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാളെ തല്ലുന്നത്. കാരണം അത് SC/ST അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോൺ ബൈലബിൾ ഒഫൻസ്. അതെന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. എന്തുകൊണ്ടാണ്? ദുർബലരായ ജനതയല്ല, ദുർബലരാക്കപ്പെട്ട ഒരു ജനതയായതുകൊണ്ട് അവരെ സവിശേഷമായി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനാപരമായ ബാധ്യതയാണ്. അത് നമുക്ക് SC/ST സംവരണമുണ്ട്, എക്സിക്യൂട്ടീവിലുണ്ട്, ലെജിസ്ലേച്ചറിലുണ്ട്, അല്ലേ? കേരളത്തിൽ 140 MLA-മാരിൽ 16 MLA-മാർ നിശ്ചയമായും SC/ST വിഭാഗത്തിൽ നിന്നായിരിക്കും, ഏത് പാർട്ടിയാണെങ്കിലും. എന്ന് പറഞ്ഞാൽ SC/ST പ്രശ്നം, ദലിത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് പരിഹരിക്കപ്പെട്ടില്ല എന്നുള്ളത് വേറെ വിഷയം. അത് കോൺസ്റ്റിറ്റ്യൂഷണലി എൻഡോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ ഒരു പ്രശ്നമാണ്. പക്ഷെ മുസ്ലിം പ്രശ്നത്തിന് നേർ വിപരീതമാണ്. മുസ്ലിം പ്രശ്നം എന്നൊരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതെന്താണ്? അതൊരു പ്രശ്നമാവും. അവൻ വളരെ എളുപ്പം തീവ്രവാദി, വർഗീയവാദി, സുഡാപ്പി, മൗദൂദി, ഇങ്ങനെയൊക്കെ ആവും. ഇത് ഞാൻ പറയുന്നത് സാമാന്യമായിട്ട് മാത്രമല്ല, ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് CPM-ൻ്റെ തന്നെ പൊസിഷൻ എടുക്കാം. CPM എന്താണ് മുസ്ലിം സംഘാടനത്തെ കുറിച്ച് പറയാറുള്ളത്? മുസ്ലിങ്ങൾ സംഘടിക്കരുത്, മുസ്ലിങ്ങൾ സംഘടിക്കരുത്, അവരുടെ വിഷയങ്ങൾ അവർ പറയരുത്. അവർ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പുറത്ത് മറ്റവന്മാർ ശക്തിപ്പെടും. അത് വർഗീയത ശക്തിപ്പെടും. അതുപോലെ മുസ്ലിം സംഘാടനത്തെ കുറിച്ച് അവർ ഉപയോഗിക്കുന്ന വാക്ക് ന്യൂനപക്ഷ വർഗീയത. നോക്കൂ, ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത് കോയിനേജ് EMSന്റെ സംഭാവനയാണത് കേട്ടോ. EMS അങ്ങനെ ഒരു കോയിനേജ് കൊണ്ടുവരികയാണ്. അപ്പം ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് മുസ്ലിങ്ങൾ സംഘടിക്കരുത്, അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കരുത്. അതെന്ത് ചെയ്യും? അത് ഞങ്ങൾ നോക്കിക്കോളാം, അമ്മാവനോടെയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമില്ലേ? ഓക്കെ, ഞാൻ പറയാം. ഇത് സംഘടിക്കുമ്പോഴും ഈ പ്രശ്നം നോക്കൂ, NSSനോട് CPM പറയുന്നില്ലല്ലോ. അല്ല, അത് ഓക്കെ. നമ്മൾ ഒരു റിയാലിറ്റി പ്രാഗ്മാറ്റിക്സ് പൊളിറ്റിക്സ് ഉണ്ടല്ലോ. അപ്പം ഞാൻ വളരെ കൃത്യമായി ചോദിക്കുന്നത്, ഇപ്പം നമ്മുടെ വഖഫ് ഇഷ്യൂ ഉണ്ടായി. ഈ വഖഫ് ഇഷ്യൂവിനെതിരെ അതൊരു മുസ്ലിം പ്രശ്നമാണല്ലോ, അല്ലേ? അങ്ങനെ കാണണ്ടോ? അപ്പൊ മുസ്ലിം പ്രശ്നം കൂടെയാണ് ആണ്. അപ്പൊ ഈ വഖഫ് പ്രശ്നത്തിൽ ഇപ്പൊ നമ്മൾ 283 വോട്ടിനെതിരെ ഒരു 243 വോട്ട് ഒരു മുസ്ലിം വോട്ട് മാത്രമല്ലല്ലോ, അത് ഇവിടുത്തെ സെക്യുലർ പാർട്ടികളുടെ ഒക്കെ വോട്ടാണല്ലോ. അത് സാധ്യമാകണമെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ നിൽക്കണം. ഞാൻ സെക്യുലർ പാർട്ടി ചേരണമെന്നല്ല പറഞ്ഞത്. ഞാൻ പറയുന്നത് മുസ്ലിം സംഘാടനം എന്നതിനെ കുറിച്ചിട്ടുള്ള ഇവരുടെ ബേസിക് പൊസിഷൻ. ഇപ്പം മുസ്ലിം സംഘടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഇത് NSSനോട് പറയില്ല, SNDP-യോട് പറയില്ല, KPMSനോട് പറയില്ല. മുസ്ലിങ്ങളോട് നമുക്ക്
ഹെട്രോസെക്ഷൽസ് ഉണ്ട്, സെക്ഷൽ മൈനോറിറ്റീസ് സംഘടിക്കുമ്പോൾ അയ്യോ നിങ്ങൾ സംഘടിക്കരുത്, കാരണം ഇവിടെ മഹാഭൂരിപക്ഷവും ഹെട്രോസെക്ഷൽസ് ആണ്, അവന്മാർ നിങ്ങളെ പഞ്ഞിക്കിട്ടുകൾ എന്ന് പറയുന്നില്ല. LGBT മൂവ്മെൻറ്റിനോട് അങ്ങനെ പറയുന്നത്. ഫെമിനിസ്റ്റുകളോട് പറയുന്നില്ലല്ലോ, അയ്യോ ഫെമിനിസ്റ്റുകൾ നിങ്ങൾ അങ്ങനെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കരുത്, നിങ്ങൾ ഫെമിനിസ്റ്റുകൾ ശബ്ദിക്കരുത്, മറ്റേ ഇവിടെ ആണുങ്ങളാണ് ഭയങ്കര ഭീകരന്മാരായിട്ട് നിൽക്കുന്നത്, അവരാണ് നിങ്ങളെ ശക്തരായിട്ട് നിൽക്കുന്നത്, അവന്മാർ നിങ്ങൾക്കെതിരെ പണി തരും. ഫെമിനിസ്റ്റുകളോട് പറയുന്നില്ല, ദലിത് മൂവ്മെൻറ്റുകളോട് പറയുന്നില്ല, സെക്ഷൽ മൈനോറിറ്റീസിനോട് പറയുന്നില്ല, NSSനോട് പറയുന്നില്ല. NSSകാരോട് പറയാമല്ലോ, നിങ്ങളാകെ 10% ഉള്ളൂ നായന്മാർ, നിങ്ങളിങ്ങനെ സംഘടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവന്മാരൊക്കെ എന്ന് പറയുന്നില്ല. SNDPക്കാരോട് പറയും. മുസ്ലിം സംഘാടനത്തോട് മാത്രം പറയുന്നത് അയ്യോ ഞങ്ങളുണ്ട്, അമ്മാവനുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ എന്താണ് സബ് കോൺട്രാക്ടർ. ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം പറയുന്നത് എന്ന് പറയുക മാത്രമല്ല, ആ സംഘാടനത്തെ എന്താണ് ഡിമനൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നൊരു കോയിനേജ് ഉണ്ടാക്കിയിട്ട്, എന്നിട്ട് വളരെ പെട്ടെന്ന് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കപ്പെടേണ്ടതാണ് എന്നൊക്കെയുള്ള അങ്ങേയറ്റം വികലമായിട്ടുള്ള തീർപ്പുകളിലെത്തുക. ഇതാണ് ഇന്ത്യയിൽ ഞാൻ പറയുന്നത് വെച്ചാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോഴേ അത് നിങ്ങൾ പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായി. എങ്ങനെയാണെങ്കിൽ പോലും ഇപ്പം അവർ മുസ്ലിം സംഘാടനത്തെ എതിർക്കുന്നു, ഒക്കെ ശരി. പക്ഷെ ഇവിടുത്തെ ഒരു സെക്കുലർ പൊളിറ്റിക്സിനെ നമ്മളും ഡിമോണൈസ് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് ദാവൂദും ഒക്കെ ഉള്ള സമീപനം ശരിയാണ് എന്നാണ് ധാരണ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഞാൻ എൻ്റെ ഏറ്റവും ഒടുവിൽ ഇതിനകത്ത് പറയുന്നത് ശക്തമായ ഇടതുപക്ഷം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ കേരളത്തിൽ ഈ ഇഷ്യൂ കേരളത്തിലാണ്. കേരളത്തിൽ ഈ പറഞ്ഞ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് CPM എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് റീസെൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി. ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു മുസ്ലിം സൈക്ക്, ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മുസ്ലിം സൈക്കുണ്ട്. അതെന്താണ്? കോൺഗ്രസ് വഞ്ചിക്കുകയാണ്, കോൺഗ്രസ് നമ്മളെ വഞ്ചിക്കുകയാണ്, കോൺഗ്രസിന് പറ്റില്ല. അതിനെ തുടർന്നാണ് കോൺഗ്രസ് ഏറ്റവും ദുർബലമായ അവസ്ഥയിലേക്ക് പോകുന്നത്. നോക്കണം, കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേരിയിലടക്കം മുസ്ലിം ലീഗ് പരാജയപ്പെട്ട 2004 അന്ന് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഇല്ല കേരളത്തിൽ. മൂവാറ്റുപുഴയിൽ മറ്റേ ഈ എന്താണ് IFDP എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജയിക്കുന്നു. ഒരൊറ്റ ആളാണ്, അഹമ്മദ് മാത്രമാണ് ജയിക്കുന്നത്. തിരൂരിൽ ബഷീർ പരാജയപ്പെടുന്നു, കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി പരാജയപ്പെടുന്നു, മങ്കടയിൽ മുനീർ പരാജയപ്പെടുന്നു. ഇത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അത് എന്തുകൊണ്ടാണ്? അതെന്തായിരുന്നു ആ കാലം? കോൺഗ്രസ് കൊള്ളില്ല. കോൺഗ്രസ് ഈ ഫാസിസത്തെ ഹിന്ദുത്വ പ്രോജക്റ്റിനെ എതിർക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് വിശ്വാസ്യതയില്ലാതെ കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ അതേ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ CPM എത്തുകയാണ്. അത് ഇപ്പം അവിടുന്ന് മാറിയില്ലേ? ഇപ്പം CPM-നെ നമുക്ക് എതിർക്കാം, പക്ഷെ CPM തകർന്നാൽ ഉണ്ടാകുന്ന CPM തകരുന്നുണ്ട്. CPM തകരണമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞാൽ ഈ ക്രിട്ടിക് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPM രാഹുൽ CPM-ന് RSS ഫാസിസ്റ്റ് ആണോ എന്ന കാര്യത്തിൽ തീർപ്പെത്താൻ പറ്റുന്നില്ല. സൈദ്ധാന്തിക പ്രശ്നമായിട്ടാണ് അവർ. ഒരു വശത്ത് RSS ഫാസിസ്റ്റ് ആണോ എന്നതിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന CPM-ഉം ദിവസവും RSS-നെ യു ആർ എ ഫാസിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയും ഖഡ്ഗയും അപ്പുറത്തുമുണ്ട്. നോക്കണം, ആ 92 ശേഷമുള്ള ഒരു കോണ്ടെക്സ്റ്റും ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റും ആ ഒരു ഭയങ്കരമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കുറച്ചുകൂടി അത് റിയലൈസ് ചെയ്തു എന്നാണ്. RSS-നെ പേരെടുത്ത് വിമർശിക്കുന്ന അതിൽ നമ്മളെ അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ RSS-നെതിരെ വലിയ ഫൈറ്റ് നടത്തിയത് CPM ആണ് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. ഞാൻ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ചരിത്രത്തിൽ നിരാകരിച്ച് പറയാൻ പറ്റൂല. ഞാൻ നിരാകരിക്കുന്നില്ല. ഇപ്പോഴത്തെ ഒരു മുസ്ലിം സൈക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു വശത്ത് നിൽക്കുന്നത്. RSS ഫാസിസ്റ്റ് ആണോ എന്നതിനെ കുറിച്ചിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് പരസ്പരം തർക്കിച്ച് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാ ദിവസവും RSS ഫാസിസ്റ്റ് ആണെന്ന് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയും. ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു പ്രശ്നം CPM-ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, CPM-ന് ഭയങ്കരമായൊരു ഇതെന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരാശങ്ക. അപ്പോൾ മുസ്ലിം വോട്ടുകൾ
നമുക്ക് നമ്മൾ മുസ്ലിങ്ങൾ ഇഷ്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ഭയം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു മുസ്ലിം ഡീമൺ അതൊന്ന് സൃഷ്ടിക്കുക. ഒരു നമുക്ക് കഴിഞ്ഞ 9 വർഷം കേരളത്തിൽ കഴിഞ്ഞ 9 വർഷം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സാമൂഹികമായ കാലുഷ്യം, ഈ വിദ്വേഷ പ്രചാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടന്ന കാലമല്ലേ? തീർച്ചയായിട്ടും. ഇത് ഇത്രയും അധികം ഹെയ്റ്റ് ട്യൂബേഴ്സ് ഇത്രയധികം ഹെയ്റ്റ് ട്യൂബേഴ്സ് ഉണ്ടായൊരു കാലമുണ്ട്. അൻവർ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട വിഷയം അതാണല്ലോ. നോക്കൂ, ഒരാൾ വന്നിട്ട് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പ്രസംഗിക്കുകയാണ്. ഒരു സംസ്ഥാന മന്ത്രി അങ്ങയുടെ അരമനെ പ്രഥമ ദൃഷ്ട്യാ ക്രിമിനൽ കേസ് എടുക്കുന്ന ഒരു ഒഫൻസാണ്. സംസ്ഥാനത്ത് ഒരു മന്ത്രി അങ്ങയുടെ അരമനയിൽ അങ്ങോട്ട് പോവുകയാണ്. പിന്തുണ പ്രഖ്യാപിക്കുകയും അദ്ദേഹം മഹാപണ്ഡിതനാണ്, അദ്ദേഹത്തെ എതിർക്കുന്നവർ തീവ്രവാദികളാണ് എന്ന് പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂർ വന്ന് പ്രസംഗിക്കുകയാണ്. ഇവിടെ ശ്വാസം കഴിക്കാൻ പറ്റുന്നില്ല. അടുത്ത ആഴ്ച നമ്മൾ എന്താ കാണുന്നത്? മുഖ്യമന്ത്രിയും 4 മന്ത്രിമാരും ഇദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. എന്നിട്ടാണ് മുഖ്യമന്ത്രി എന്താ പറയുന്നത്? ഇയാൾ മഹാനാണ്. ഇയാൾ പ്രസംഗിച്ചതിലല്ല കുഴപ്പം, അത് കേട്ട നാട്ടുകാർക്കാണ് കുഴപ്പം. പൈപ്പ് വെള്ളത്തിൽ വിഷം കലക്കിയിട്ട് മുസ്ലിങ്ങളെ ഇല്ലാതാക്കണമെന്ന് ഒരു ആകാശവാണി ജീവനക്കാരി പരസ്യമായിട്ട് എഴുതുകയാണ്. അവർക്കെതിരെ കേസെടുക്കുന്നില്ല. കേസെടുക്കാൻ നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ്. പരാതി കൊടുത്തിട്ടും കേസെടുക്കുന്നില്ല. എന്തുകൊണ്ടാണ്? CPM 9 വർഷമായിട്ട് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാത്? മുസ്ലിം ഡീമൺ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിന് ആ ഒരു ഭയം ഇവിടെ ഭൂരിപക്ഷ സമുദായങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, അതിനെ പൊളിറ്റിക്കലി എൻഗേജ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ജമാഅത്തിനെതിരെ മാഷാ അല്ലാഹ് നമുക്ക് പറയാം. TP കൊല്ലുമ്പം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് TP കൊന്നതുപോലെയോ അതേക്കാൾ മാരകമായ ഒരു ക്രൈമാണ് ഈ മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ചത്. മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഇങ്ങനെ വെറുതെ അങ്ങ് ഒട്ടുകയല്ല ചെയ്യുന്നത്. സ്റ്റിക്കർ ഒട്ടിക്കുന്നു, പിറ്റേ ദിവസം കൈരളി TV വാർത്ത കൊടുക്കുകയാണ് കൃത്യമായിട്ട്. ഇതിൻ്റെ പിറകിൽ NTF ആണ്, മുസ്ലിം തീവ്രവാദികളാണ്, വള്ളിക്കാട്ട പള്ളിയിൽ നേരം രാത്രി വൈകിയും വെട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുകയാണ്. അതേ കൃത്യമായി കൊറിയോഗ്രാഫ് ചെയ്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ഇത് തന്നെയാണ് നമ്മൾ കാഫിർ സ്ക്രീൻഷോട്ടിൽ കാണുന്നത്. ഒരു കാഫിർ സ്ക്രീൻഷോട്ട് വരുന്നു, ഒരു അധ്യാപകനാണ് ഇപ്പോൾ അതെത്തിക്കുന്നത്. ഇവരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ വരുന്നു. തൊട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ MLA ആയിട്ടുള്ള ആളാണ് ഷെയർ ചെയ്യുന്നത്. എന്നിട്ട് നോക്കൂ, അത് വലിയൊരു പ്രചാരണ ആയുധമാകുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വെച്ചാൽ പോളിംഗ് കഴിഞ്ഞ് കൗണ്ടിങ് വരുന്നതിന് മുമ്പ് തന്നെ വടകരയിൽ വലിയ സമ്മേളനം, ഇതിനെതിരെ സമ്മേളനം സംഘടിപ്പിക്കുകയാണ്. അതിലെ മുഖ്യ പ്രഭാഷകനായിട്ട് വരുന്ന ആരാണ്? പാർട്ടിയുടെ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഏതോ ഒരു കൂട്ടരുടെ ഒരു ഫേസ്ബുക്ക് ഷാജിമാരുടെ, പോരാളി ഷാജിമാരുടെ ഒരു വികൃതിയല്ല, അത് കൊറിയോഗ്രാഫ്ഡാണ്, വെൽ ഡിസൈൻഡ് ആണ്. ഇത് തന്നെയാണ് കേരളത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. അതൊക്കെ ഇത് തന്നെയാണ് നിലമ്പൂരിൽ സംഭവിച്ചത്. നിലമ്പൂരിൽ എന്താ പറയുന്നത്? പെഹൽഗാം ആക്രമണത്തെ പിന്തുണക്കുകയും അതിനെ അഭിനന്ദിക്കുകയും ചെയ്തവരാണ് ജമാഅത്തെ ഇസ്ലാമി. എന്തുമാത്രം വിദ്വേഷജനകമായുള്ള പ്രസ്താവനയാണത്. ജമാഅത്തെ ഇസ്ലാമി എന്നല്ല, ഇന്ത്യയിലെ ഒരു മുസ്ലിം സംഘടനയും പെഹൽഗാം ആക്രമണത്തെ പിന്തുണക്കുന്നത് പോയിട്ട് അതുകൊണ്ട് ഏതെങ്കിലും നിലക്ക് അനുഭാവമുള്ള സമീപനം സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചു എന്ന് ഇന്ത്യയിലെ ഏറ്റവും ഹാർഡ് കോർ ആയിട്ടുള്ള ഹിന്ദുത്വ ഗ്രൂപ്പുകൾ പോലും ആരോപിച്ചിട്ടില്ല. ഇന്ത്യയിലെ ഒരൊറ്റ ഹിന്ദുത്വ തീവ്രവാദ ഗ്രൂപ്പും ഉന്നയിക്കാത്തൊരു ആരോപണമാണ് നിലമ്പൂരിൽ CPM ഉന്നയിച്ചത്. എന്ന് മാത്രമല്ല, അവരുടെ ഒരു വക്താവ് ടെലിവിഷനിൽ പറയുന്നത് എന്താണ്? ഇത് ഞങ്ങൾ നിലമ്പൂരിൽ വലിയ ക്യാമ്പയിൻ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കാഫിർ സ്ക്രീൻഷോട്ടിനേക്കാളും അപകടകരമായുള്ള പ്രചാരണമാണ് നിലമ്പൂരിൽ നടത്തിയത്. എന്തിനാണ് CPM ചെയ്യുന്നത്? അപ്പോൾ CPM എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോടുള്ള പ്രശ്നം, ഇത് CPM ഈ പറയുന്ന, ഞാൻ മുമ്പ് പലവട്ടം പറഞ്ഞ കാര്യമുണ്ട്, കേരളത്തിൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നത് RSS ആയിരിക്കും, BJP ആയിരിക്കും. പക്ഷേ ഇസ്ലാമോഫോബിയയ്ക്ക് ആധികാരികത നൽകുന്നത് എപ്പോഴും CPM ആണ്. അതിൽ രണ്ട് വിഷയമായിരുന്നു. ഒന്ന്, ഇസ്ലാമോഫോബിയ ജമാഅത്തെ ഇസ്ലാമി അനാവശ്യമായി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു AP വിമർശനമുണ്ട്.
ഒരു സുന്നി അങ്ങനെ ഒരു അഭിപ്രായത്തോടുള്ള വിമർശനം ഒരു ചോദ്യം. രണ്ടാമത്തത്, ഇപ്പം അവസാനത്തെ വിവാദത്തിൽ ഈ കണ്ണൻ്റെ നിയമസഭയിലെ സബ്മിഷനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അത് NDF-നെ കുറിച്ചായിരുന്നു എന്നാണ് കൈരളി പിറ്റേന്ന് മറുപടി പറഞ്ഞത്. അതിന് രണ്ടിനുള്ള മറുപടി. കണ്ണൻ്റെ അത് അങ്ങനെ നോക്കൂ. കേരള സ്റ്റോറി എന്നുള്ള ഫിലിം വന്നപ്പോൾ നമ്മളതിനെ കേരളത്തിൽ എല്ലാവരും അതിനെ എതിർത്തു. CPM എതിർത്തു, കോൺഗ്രസ് എതിർത്തു, കേരള ഗവൺമെന്റ് തന്നെ എതിർത്തപ്പോൾ എന്തായിരുന്നു സംഘപരിവാറിന്റെ ഡിഫൻസ്? നിങ്ങൾ എന്തിനാണ് അതിനെ എതിർക്കുന്നത്? അത് ISIS-നെതിരെയല്ലേ? ISIS ചെയ്തതിനെതിരെയല്ലേ? നിങ്ങൾ എന്തിനാണ് അതിനെ എതിർക്കുന്നത്? അതിൽ ബഹളം ഉണ്ടാകും. നിങ്ങൾ ISIS ആണോ? ഇതേ ഡിഫൻസ് തന്നെയാണ്. ഇപ്പം NDF അങ്ങനെ ഓക്കെ, വളരെ സ്പഷ്ടമായി ഇത് NDF എന്താണ് കണ്ണം പറയുന്നത്? ഈ പറയുന്ന മലപ്പുറം ജില്ലയിൽ ശബരിമലയ്ക്ക് ഹിന്ദുക്കൾ ഉപയോഗിക്കുന്ന കറുത്ത തുണിയും ക്രിസ്മസിന് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന നക്ഷത്രവും വിൽക്കാൻ അനുവദിക്കുന്നില്ല. അത് NDF-ലേക്ക് ആട്രിബ്യൂട്ട് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ വാചകഘടനയിൽ അതില്ല. ഓക്കെ, സമ്മതിക്കാം, NDF-ലേക്ക് ആട്രിബ്യൂട്ട് ചെയ്തിട്ട് തന്നെയാണ്. കാരണം മുമ്പ് അദ്ദേഹം NDF-നെ കുറിച്ച് പറയുന്നുണ്ട്. അത് NDF അങ്ങനെ ചെയ്തിരുന്നു മലപ്പുറത്ത്? NDF അങ്ങനെ മലപ്പുറത്ത് ചെയ്തതായിട്ട് ഏതെങ്കിലും അദ്ദേഹം നിയമസഭയിൽ ഉന്നയിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഏതെങ്കിലും ഒരു പാർട്ടി, CPM അടക്കമുള്ള ഏതെങ്കിലും ഒരു പാർട്ടി, BJP, RSS ആണല്ലോ ഇത്തരം ഒരു വിഷയം ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്നത്. RSS അങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചിരുന്നു. കച്ചവടം നടത്തേണ്ടത് BJP കച്ചവടക്കാരാണോ? കച്ചവടക്കാരങ്ങനെ പ്രശ്നം ഉന്നയിച്ചു. അയ്യപ്പ ഭക്തർ ഞങ്ങൾ മലപ്പുറത്ത് കറുത്ത തുണി കിട്ടുന്നില്ല, ഞങ്ങൾ പാലക്കാട്ടേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ കോഴിക്കോട്ട് പോയിട്ടാണ് മേടിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ NDF ആണെന്ന് പറഞ്ഞാൽ എന്തും പറയാവുന്നതാണ്. ഈ ലോജിക്ക് കേരള സ്റ്റോറിയുടെ കാര്യത്തിലൊക്കെ അപ്ലൈ ചെയ്താൽ നമുക്ക് കേരള സ്റ്റോറി ഒന്നും പറയാൻ പറ്റില്ല. കാരണം കേരള സ്റ്റോറി എന്താണ്? കേരളത്തിൽ IS പെൺപിള്ളേർ, ഹിന്ദു പെൺപിള്ളേരെ കടത്തിക്കൊണ്ടു. എന്തിനാണ് കേരള സ്റ്റോറി വിമർശിക്കുന്നത്? NDF അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള, NDF അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രൂഫ് എവിടെ എന്നുള്ളതാണ് ചോദ്യം. NDF എന്ന് പറഞ്ഞാൽ എന്തും IS എന്ന് പറഞ്ഞാൽ എന്തും പറയാം. കേരളത്തെ കുറിച്ച് ആ സമയത്ത് NDF കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു. കാരണം നമ്മളാ ഫക്കീർ ഉപ്പാപ്പ വധം, ഫക്കീർ ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയില്ല? വെള്ളം ഊതി കൊടുക്കണേ, അതെവിടെയാ? മലപ്പുറത്ത് തന്നെ അല്ലേ? അത് അല്ല, ഫക്കീർ ഉപ്പാപ്പ കൊല്ലപ്പെടുന്ന തിരുവല്ലാമലയിലാണ്. തിരുവല്ലാമല പാലക്കാട് ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും. ഞാൻ NDF ഒരു മഹത്തായ സംഘടന എന്നല്ല ഞാൻ പറയുന്നത്. NDF എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മലപ്പുറത്തെ കുറിച്ച് എന്തും പറയാമെന്നാണെങ്കിൽ ISIS എന്ന് പറഞ്ഞിട്ട് RSSകാർക്ക് കേരളത്തെ കുറിച്ച് ഒന്നും പറയാം. അതാണ് ലോജിക്ക് എൻ്റെ. അങ്ങനെയാണ് എൻ്റെ ഇത് പറയുന്നത്. അപ്പം അതിൽ ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ കണ്ണനെ കുറിച്ചുള്ള ഈ സാധനത്തിൻ്റെ ഒരു വിശദീകരണം എന്നുള്ളവർക്ക് അത് പറയാം. ഇനി രണ്ടാമത്തെ ഒരു ഈ വിഷയത്തിലുള്ള ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പം അങ്ങനെ ഈ ഫൈറ്റുകളെ കൈ മുറിക്കണം കാല് മുറിക്കണം എന്നൊക്കെയാണല്ലോ CPM-മാരുടെ പറയുക. ഇത് രണ്ടു കൂട്ടർക്കും അപകടമല്ലേ? കാരണം ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ഉപകാരപ്പെടുക BJP-ക്കല്ലേ? ആക്ച്വലി ഇപ്പം CPM ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, CPM ചെയ്തുകൊണ്ടിരിക്കുന്ന ഭയങ്കരമായാണ്. ഇപ്പം ഒന്നാമത് ഈ കൈമുറിക്കലിൻ്റെ കാര്യം പറഞ്ഞാൽ, മാധ്യമങ്ങൾ കൂടുതൽ ഈ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇതാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. നോക്കും, ഇതിന് തൊട്ട് മുമ്പ് വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ഭഗത് സിംഗിനെ തീവ്രവാദിയാക്കിയെന്ന് പറഞ്ഞിട്ട് DYFI പ്രസ്താവന ഇറക്കി. മാത്രമല്ല കേരളത്തിലെ ബ്ലോക്ക്, അവരുടെ മുഴുവൻ 200 ബ്ലോക്ക് കമ്മിറ്റി 200 കേന്ദ്രങ്ങൾ എനിക്കെതിരെ പ്രകടനം നടത്തിയിട്ടുണ്ട്. 200 കേന്ദ്രങ്ങൾ. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വിശദീകരണം പോലും കൊടുത്തിട്ടില്ല. ഫേസ്ബുക്കിൽ ഒരു വരി പോലും ഞാൻ എഴുതിയിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ സാമാന്യ ധാരണ നമ്മൾ മനുഷ്യരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. എന്താണ് 1947 മുമ്പ് ഭഗത് സിംഗ് ആരായിരുന്നു? അവരുടെ ഭരണകൂട ഭാഷ്യത്തിൽ ഭഗത് സിംഗ് ആരായിരുന്നു? തീവ്രവാദിയായിരുന്നു. അത് പറഞ്ഞതിന്റെ പേരിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. തീവ്രവാദി എന്നുള്ള വാക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇന്റലക്ച്വൽ ഡെപ്ത് എന്താണത്? എന്താണ് ഒരു കുട്ടിക്കും മനസ്സിലാവുന്ന ഒരു കാര്യം. ഒരു കലണ്ടർ 47 മുമ്പ് ഭരണകൂടമാണ് തീവ്രവാദി, അധീശത്വ ശക്തികളാണ്, ഭരണകൂടമാണ് ഒരാൾ തീവ്രവാദിയാണോ മിതവാദിയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഈ ചോദ്യം എന്ന് വെച്ചാൽ, ജിദ്ദയിൽ നടന്നൊരു പരിപാടിയിലാണ് ആളുകൾ നിങ്ങൾ തീവ്രവാദി എന്ന് വിളിക്കുന്നല്ലോ എന്നാണ് ചോദ്യം. അതിനുള്ള മറുപടിയാണ് തീവ്രവാദി എന്ന് വിളിക്കുന്നത്. ഭഗത് സിംഗിനെ തീവ്രവാദി എന്ന് വിളിച്ചിരുന്നില്ല. നമ്മൾ അസ്വസ്ഥപ്പെടുത്തേണ്ട കാര്യമല്ല. കാരണം ഇത്തരം എന്താണ് വിശേഷാൽ പദങ്ങൾ എന്ന് പറയുന്നത് ഭരണകൂടം സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ 47 മുമ്പ് ഭഗത് സിംഗ് എന്താണ്? തീവ്രവാദിയാണ്. ആ ഭരണകൂടത്തിനെ സംബന്ധിച്ച് തീവ്രവാദിയാണ്. പക്ഷെ 47 ശേഷം എന്താണ്?
അദ്ദേഹം മഹാനായ വിപ്ലവകാരിയാണ്, നമ്മൾ പാഠപുസ്തകങ്ങൾ പഠിക്കും. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ കേരളത്തിലെ 200 കേന്ദ്രങ്ങൾ എനിക്കെതിരെ പ്രകടനം നടത്തിയ ടീമാണ്. അപ്പോൾ ഞാൻ രസകരമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ ബുദ്ധിജീവി എന്ന് പറയാവുന്ന ഇടതുപക്ഷ ദാർശനികൻ എന്ന് പറയുന്ന ആളാണ് കെ ദാമോദരൻ. കെ ദാമോദരനുമായി ഇദ്ദേഹം നമ്മുടെ ബ്രിട്ടീഷ് മാർക്സിസ്റ്റ് ഉണ്ടല്ലോ, എജാസ് അല്ല, താരിഖ് അലി നടത്തുന്ന ഒരു അഭിമുഖത്തിൽ താരിഖ് അലി പിന്നെ ഭഗത് സിംഗിനെ വിശേഷിപ്പിക്കുന്നത് ഗ്രേറ്റ് ടെററിസ്റ്റ് എന്നാണ്. ഗ്രേറ്റ് ടെററിസ്റ്റ് എന്നാണ്. ദാമോദരൻ അദ്ദേഹത്തിന് എന്താണ് ഗ്ലോറിയസ് ടെററിസ്റ്റ് മൂവ്മെന്റ് എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. അല്ല, ഞാൻ പറയണത് അതിൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു സാധനം എന്തായിരിക്കും, ഇസ്ലാമിക തീവ്രവാദിയാണ് താങ്കൾ എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പൊ അത് പോട്ടെ, എന്റെ ചോദ്യം എന്താ വെച്ചാൽ ആ വിളി നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴും? അതന്നെയുള്ള എന്റെ പോയിന്റ് ഇതാണ്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാത് സമയത്തെ അധീശ ശക്തികൾ, ഭരണകൂടങ്ങൾ, ഡൊമിനേറ്റിംഗ് ഫോഴ്സസ്, അവരടിച്ചേൽപ്പിക്കുന്ന പദപ്രയോഗങ്ങൾ, അതിന് നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ നിരന്തരം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നമ്മൾ അസ്വസ്ഥപ്പെടുന്നില്ല. വിളിക്കുന്ന ആൾക്ക് സൗകര്യവും സുഖമൊക്കെ കിട്ടുന്നുണ്ടാവും. അവരുടെ പലതരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ക്യാൻവാസിങ് സാധിക്കും. CPM കേരളത്തിൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന ഒരു ഇസ്ലാമിക് ഒരു മുസ്ലിം ഡീമൺ ഇവിടെ ഭയങ്കരമായിട്ട് എല്ലാറ്റിനും പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നതിനാണ്. എന്ത് സംഭവിച്ചാലും പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി പറയുന്നു. എന്ത് സംഭവിച്ചാൽ ഹൈവേ സമരമാണെങ്കിലും സമരമാണെങ്കിലും ഇങ്ങനെ അപ്പോൾ എന്തിനാണത് പറയുന്നത്? നമുക്ക് ഇവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മുസ്ലിം ഡീമൺ കിടപ്പുണ്ട്. ഞങ്ങളാണ് അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന സന്ദേശം കൊടുക്കണം. അപ്പോൾ ഈ മുസ്ലിം ഡീമനെ കുറിച്ചുള്ള ഭീതി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭീതി സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നതാണ് ഈ സാധുക്കൾ വിചാരിക്കുന്നത്. ഓക്കെ, ഈ അടുത്ത ഇലക്ഷൻ ഒരു പക്ഷേ കിട്ടിയേക്കും, പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഈ വോട്ടുകൾ എങ്ങോട്ടാണ് പോകുന്നത്? BJPയിലേക്ക്. ഇവർ എന്താണ് ഇതിലൂടെ സംഭവിക്കുന്നത്? BJPക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഒരേ സമയം മുസ്ലിം വോട്ട് നഷ്ടപ്പെടുകയും ഈ പറയുന്ന ഹിന്ദു വോട്ട് അവർ ആകർഷിക്കണമെന്ന് വിചാരിക്കുന്ന ഹിന്ദു വോട്ട് അതിനെ BJPക്ക് വേണ്ടി കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നൊരു പണിയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇന്റലക്ച്വൽ ഡെപ്ത് എന്ന് പറയുന്ന സംഗതി ഇല്ലാതാവും. അത് ഇല്ലാതാവുന്നതുകൊണ്ടാണല്ലോ ഈ ഭഗത് സിംഗിന്റെ ഇത് വെച്ച് പ്രകടനം നടത്തുന്നത്. മനസ്സിലാവുന്നില്ല, പക്ഷെ അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് അത്ര ഒരു ശേഷി ഉണ്ടോ കേരളത്തിൽ? അതൊന്നും എനിക്കറിയില്ല, അതിനെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ല. പിന്നെ ഇവരുടെ നെറേറ്റീവ് ഇങ്ങനെയാണ്. ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അവർ 3000 ചില്ലാൻ അംഗങ്ങൾ മാത്രമുള്ള ഒരു സംഘം കേരളത്തിൽ. അപ്പോൾ നിങ്ങളൊരു മണ്ഡലത്തിൽ 3000 വോട്ടുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ അപ്പോൾ അത് ജമാഅത്ത് ശക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇതിലെ പ്രശ്നം. ഇവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഒരു മുസ്ലിം ഈ അപരവൽക്കരണത്തെ കുറിച്ച് പറയുമ്പോഴേ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാറില്ല. നിങ്ങൾ പണ്ടൊരു ലേഖനം എഴുതിയിട്ടില്ലേ, ഇത് ഈ കോട്ടക്കൽ കഷായം, അതിലൊരു വിശദീകരണം എന്തായാലും സുന്നി സമൂഹമൊക്കെ ആഗ്രഹിക്കും. ഇതിനെ കുറിച്ച് P. ജയരാജൻ എന്നോട് മറ്റേതിൽ ചോദിക്കണേ ഞങ്ങളുടെ സംവാദത്തിൽ. അന്ന് കോട്ടക്കലിൽ എന്തിനാണ് ജമാഅത്തിനെ എക്സ്ക്ലൂഡ് ചെയ്തതെന്ന് വെച്ചാൽ അന്ന് CPMന്റെ കൂടെയായിരുന്നു ജമാഅത്ത് എന്നുള്ളതുകൊണ്ടാണ്. CPMന്റെ കൂടെ നിന്നിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ അന്ന് ഈ ആ വിഷയം നമുക്ക് പറയാം, ഈ കോട്ടക്കൽ കഷായത്തിനുള്ള മറുപടി. അപ്പൊ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊരു സംയുക്ത പ്രമേയം വരികയാണ്, ഈ പറയുന്ന ഒരു ഇത് തീവ്രവാദമാണ്, അതിന് മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിട്ട്. അല്ല, അതിൽ ജമാഅത്തിനെ മാറ്റി നിർത്താം. ഈ കൈവെട്ട് കേസിന്റെ പശ്ചാത്തലത്തിലാണ്. കൈവെട്ട് മാത്രമല്ല, ആ യോഗം ഉണ്ടാണ്, ഈ യോഗത്തെ കുറിച്ചാണല്ലോ പറയണേ. അപ്പൊ അതിൽ നിങ്ങൾ പറയണ ഓരോന്നും നിങ്ങൾ ഇപ്പൊ വിശദീകരണം തരണം. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ, ഞാൻ പറഞ്ഞു അതിന്റെ കോണ്ടക്സ്റ്റ് ഇതാണ്. അപ്പൊ അങ്ങനെ ഇത് ഒന്നാമതായിട്ട് ഈ പരസ്പരം തീവ്രവാദം ആരോപിക്കുക എന്ന് പറയുന്നത് വളരെ മോശം പരിപാടിയാണ്. അത് നിങ്ങൾ ചെയ്തതാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അന്ന് ഞാൻ എഴുതിയ ലേഖനത്തിന്റെ പ്രമേസ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതാണ്. ഈ മുസ്ലിം ലീഗിനെ കുറിച്ച് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലേ, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇപ്പം 40കളിൽ പിന്നെ ഉള്ള മൗദൂദിയുടെ പ്രസംഗങ്ങൾ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് അതിനെ മനസ്സിലാക്കാതെ ഇന്ന് ഒരു സംഘടനയെ ഡിമനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സമാനമായ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അല്ല, അതിൽ പറയുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അതെന്തിനാ ചോദിക്കണ വെച്ചാൽ നിങ്ങൾക്ക് വിശദീകരിക്കാമല്ലോ. ഒന്ന്, അതിൽ നിങ്ങൾ പറയേണ്ടത് എന്ത്,
ലീഗ് ആണ് മാറാട് കലാപത്തിൻ്റെ ഇത് പേറുന്നത്. ആ ലീഗാണ് തീവ്രവാദത്തിനെതിരെ സമരം നടത്തുന്നത്. രണ്ട് മാറാട് കലാപത്തിൻ്റെ പ്രതിപട്ടികയിലുള്ള വസ്തുതയാണ്. അപ്പോൾ അതാണ് അതിൽ. പിന്നെ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഇപ്പം നിങ്ങളുടെ മൊത്തത്തിലെ സംസാരത്തിൽ അല്ലല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായ ഒരു സാധനം, ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു ഏകതയെക്കുറിച്ചും അതിൻ്റെ ഒരു ഐക്യത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പം ഇതിനകത്ത് ഈ മുസ്ലിം സംഘടനകൾ നിലനിൽക്കുന്നത് തന്നെ ഈ പരസ്പര ഫൈറ്റിലാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനം അങ്ങനെയാണ്. അപ്പോൾ സംഘടനകൾ അത് മുസ്ലിം ഒന്നാമത്തെ അതിൽ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ, കേരളത്തിലെ മുസ്ലിം പബ്ലിക് ഒപ്പീനിയൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിലെ മുസ്ലിം പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം സംഘടനകളാണ് അതിനെ ഡിസൈഡ് ചെയ്യുന്നത് എന്നത് ഒരു അന്ധവിശ്വാസമാണ്. നിങ്ങൾ ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. അല്ല അത് ശരിയല്ല ഏറെക്കുറെ. അതെ, കേരളത്തിൽ ഇപ്പൊ ഒരാള് കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിം സംഘടനാ പ്രവർത്തകരായിട്ട് എത്ര പേരുണ്ട്? എത്ര ശതമാനം ഉണ്ടാവും? വളരെ ചെറിയ ശതമാനം ഉണ്ടാവും. വളരെ ചെറിയ ശതമാനം. പക്ഷെ എല്ലാവർക്കും ഒരു അനുഭവം ഉണ്ടാകാം. പക്ഷെ ഒരു സാമാന്യ മുസ്ലിം എന്നുള്ളതാണ് കേരളത്തിലും മഹാഭൂരിപക്ഷം. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും സുന്നിപ്പള്ളിയിലാണ് സ്വഭംസ്കരിക്കാൻ പോവുക. കാരണം എൻ്റെ അടുത്ത പള്ളി അതാണ്. എൻ്റെ അടുത്ത് ഒരാൾ മദ്രസയിൽ കുട്ടിയാക്കുക സാമാന്യമായിട്ട് വളരെ കണിശമായ സംഘടനക്കാരെ മാറ്റി നിർത്തിയാൽ അവൻ അടുത്തുള്ള മദ്രസ ആരുടെയാണോ അവിടെ പോകും. അത് മുജാഹിദാണോ സുന്നിയാണോ എന്ന് നോക്കി അടുത്തുള്ള മദ്രസ. ഇതാണ് സാമാന്യമായിട്ട് കേരളത്തിലെ മുസ്ലിം. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഇപ്പം ആരാണോ ഒരു കാര്യത്തിൽ പെർഫോം ചെയ്യുന്നത്, ഡെലിവർ ചെയ്യുന്നത്, അവരുടെ കൂടെ നിൽക്കും. ഇപ്പോൾ മുസ്ലിം ലീഗ് അവർ പൊളിറ്റിക്സിൽ പെർഫോം ചെയ്യുന്നവരാണ്, അവരുടെ കൂടെ നിൽക്കും. സമസ്ത അവർ മദ്രസയും ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യും, നന്നായിട്ട് ഡെലിവർ ചെയ്യുന്നതാണ്, അവർ അതിൻ്റെ കൂടെ നിൽക്കും. ജമാഅത്ത് ഇസ്ലാമി പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കും. അവർക്ക് എന്താ അവർക്ക് ഇതുള്ള കാര്യങ്ങൾ, സോഷ്യൽ സർവീസ്, മറ്റു കാര്യങ്ങൾ. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് 3000 അംഗങ്ങളേ ഉള്ളൂ. നോക്കൂ നിങ്ങൾ, പിന്നെ മുണ്ടക്കൈ പുനരധിവാസത ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തരം കാര്യം ജമാഅത്തിന് കിട്ടുന്ന ഫണ്ട്, അത്തരം പ്രോജക്റ്റുകൾ കിട്ടുന്ന ഫണ്ട് നോക്കൂ. ആ ജമാഅത്തുകാർ കൊടുക്കുന്നത് ജമാഅത്തുകാർക്ക് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ അവർ ഇത്തരം പെർഫോം ചെയ്യുന്ന ആളുകളാണ്, ഡെലിവർ ചെയ്യുന്ന ആളുകളാണ്. അത് സാമാന്യമായിട്ട് നിങ്ങൾ പറഞ്ഞാലും ഇപ്പം പിന്നെ മീഡിയ വണ്ണിന് ഈ 68,000 ഷെയർ ഹോൾഡേഴ്സാണ്. മീഡിയ വൺ ജമാഅത്തിൻ്റെ ചാനലാണെന്നാണ് സാമാന്യമായുള്ള പറയുന്നത്. ജമാഅത്തിന് കേരളത്തിലാകെ 3000 അംഗങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ 68,000-ൽ 3000 കഴിച്ചാൽ ബാക്കി എത്രയാണ്? 65,000. ഇവരൊക്കെ ആരാണ്? അപ്പൊ ഈ അതിലേ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഈ അപരവൽക്കരണം ആണല്ലോ. ഈ അപരവൽക്കരണം മുസ്ലിം സംഘടനകൾ ഇപ്പം പൊതുവെ CPM ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങള് ഒരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു ഈ ഡിമണൈസ് ചെയ്യുന്ന കൂട്ടത്തില് ഏതോ ഈ ശരീഅത്ത് വിവാദ കാലത്താണ് തുടങ്ങിയത്. ശരീഅത്ത് വിവാദ കാലത്ത് ശരിക്ക് CPM ശരി ചെയ്തു എന്നൊരു ധാരണ എപ്പോഴെങ്കിലും, അതിന് ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി CPM ആയിട്ട് സഖ്യം ഉണ്ടാക്കണേ. അത് എനിക്ക് ജമാഅത്ത് ഇസ്ലാമി CPM ഇത് വരുന്നത് ഞാൻ പോസ്റ്റ് ബാബറി കോൺടെക്സ്റ്റ് ആണ്. പോസ്റ്റ് ബാബറി കോൺടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ബാബറി അല്ല, എമർജൻസിയിലും ഉണ്ടായിരുന്നു, എമർജൻസി ഇഷ്യൂ ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഈ ഒരു മുസ്ലിം തിങ്കിങ്ങിനെ അടിമേൽ മറിച്ചൊരു കാലമാണ് December 6 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ മാതിരി അത് ഇലക്ഷനിൽ പോലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. ബാബറി മാത്രമല്ല, അന്താരാഷ്ട്ര രംഗത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഈ ഇറാഖ്, അഫ്ഗാൻ, അതിനോടൊക്കെ ഗൾഫ് വാർ, അതിനോടൊക്കെ CPM ഒരു സംഘടന നൽകുന്നത് സീരിയസ് ആണ്. അത് കേരളത്തിലെ മുസ്ലിം തിങ്കിങ് പാറ്റേണിൽ തന്നെ ഭയങ്കരമായ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ദ സെയിം ഇസ് റിപ്പീറ്റിംഗ് ആഫ്റ്റർ 2014. 2014 ശേഷം മോഡി ഇത് അധികാരത്തിൽ വന്നതിന് ശേഷം അതിന് റിവേഴ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് CPM മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടാണ് 19 സീറ്റ് ലോക്സഭയിൽ നമ്മൾ 19 സീറ്റിൽ നമ്മൾ തോൽക്കുന്നു? പക്ഷെ അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ അധികാരത്തിൽ വന്നിട്ടുണ്ട്. നിയമസഭയുടെയും ലോക്സഭയുടെയും പാറ്റേൺ വ്യത്യാസമാണ്. നമ്മളൊരു ജനറൽ പബ്ലിക് ഒപ്പീനിയനെ കൂടുതൽ അത് പ്രതിഫലിക്കുക എവിടെയാണ്? ലോക്സഭയിലാണ്. മറ്റേത് കുറച്ചുകൂടെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു മുസ്ലിം സംഘടനകൾ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും യഥാർത്ഥ ചെറിയ സംഘടനകളെന്ന് വിചാരിക്കുന്ന ആളാണ്. മുസ്ലിം ജനസാമാന്യമാണ് വലുത്. അവരുടെ ഒരു ഒപ്പീനിയൻ ബിൽഡിംഗ് ആരാണ് ചെയ്യുന്നത്? അത് ഈ സംഘടന നേതൃത്വം അല്ല. അവർ ഇൻഫോംഡ് ആയിട്ടുള്ളൊരു പബ്ലിക്കാണ്.
അവരുമായിട്ട് ആരാണ് കൂടുതൽ എൻഗേജ് ചെയ്യുന്നത്? അവരെൻഗേജ് ചെയ്യുന്ന ആരുമായിട്ടാണ്? അവരെന്തൊക്കെയാണ് വായിക്കുന്നത്, കേൾക്കുന്നത്, അവരുടെ സോഷ്യൽ മീഡിയ ബിഹേവിയർ എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെയുള്ള പലതരം ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സംഘടന അല്ലെങ്കിൽ സംഘടനയുടെ നേതാവ്, ഒരു മതസംഘടന നേതാവ് ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിയെ സന്ദർശിച്ചു, സ്വീകരിച്ചു, അതുകൊണ്ട് എന്തോ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഇതിനകത്ത് നിന്ന് മാറ്റണം നമ്മൾ ചുമ്മാ വിചാരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല. മലയാളി മുസ്ലിം എന്ന് പറഞ്ഞാൽ സാമാന്യമായി സംഘടനക്ക് അതീതനായിട്ടുള്ള ആളാണ്. രാവിലെ മുജാഹിദും ഉച്ചക്ക് സുന്നിയും വൈകുന്നേരം ജമാഅത്തുമാണ് അവൻ. അല്ലെങ്കിൽ വൈകുന്നേരം അതിൽ ഞാൻ യോജിക്കുന്നു. പക്ഷെ ഈ ഒരു യോജിപ്പ് സംഘടനകൾക്കിടയിൽ ഇപ്പോഴും സാധ്യമല്ല. ഈ ജമാഅത്തിനെ എതിർക്കുമ്പോൾ ദാവൂദ് സാഹിബിനും ആ ഒരു സാധനം ഉണ്ട് എന്നാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ അതില് ആ കൊട്ടക്കൽ കഷായം തിരുത്തി പറയുന്നോ? എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതിൽ ഞാൻ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറയുന്ന ഒരു തീവ്രവാദം പറഞ്ഞിട്ട് എക്സ്ക്ലൂഡ് ചെയ്തു എന്നുള്ള ഒരു സംഗതിയാണ്. അതിനെതിരാണ് എക്സ്ക്ലൂഡ്. അത് ശരിയാണ്. അപ്പൊ അതിൽ പിന്നെ പറയണ്ടേ ഈ സലഫി എന്താ വെച്ചാൽ സലഫിസത്തെ കുറിച്ചും സലഫി മൂവ്മെന്റുകളെ കുറിച്ചൊക്കെയുള്ള ലോകധാരണകളെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ ലഷ്കർ എ തൊയ്ബയും അവരൊക്കെ സലഫി മൂവ്മെന്റുകളാണ്. കേരളത്തിലെ സുന്നികള് അസ്സലാമു അലൈക്കും എന്ന് മുജാഹിദുള്ളൂ പറയുന്നില്ല, അത് തീവ്രവാദമാണെന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ഞാൻ ആ ലേഖനം വായിച്ചു, എനിക്ക് ആരൊന്നും അയച്ചു തന്നു. അപ്പം അത് ശരിക്കും സംഘടനാപരമായിട്ടുള്ള കുനിഷ്ടുകൾ അത് നിങ്ങളിലും ഉണ്ട് എന്ന് തീർച്ചയായിട്ടും അംഗീകരിക്കുന്നത്. അത്തരം ഘട്ടങ്ങളിലൂടെ ഒരാൾ കടന്നു പോയിട്ടുണ്ടാവുമല്ലോ. അതിനിപ്പം ഒരു റിവൈവൽ ഘടനാപരമായിട്ടെന്നുള്ളതല്ല. ഇങ്ങനെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് എഴുതിയ പല കാര്യങ്ങളും നമ്മളെ തന്നെ എന്താണ് തിരിച്ചു കുത്തും. നമുക്ക് തന്നെ ചേപ്പറ, ഞങ്ങളൊരു ചേപ്പറ അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. വേറെ എന്താ അങ്ങനെ തോന്നിയിട്ടുള്ളത്? അങ്ങനെ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും വെച്ചാല് മുമ്പ് എഴുതിയ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ചേപ്പറാണ്. ഞാനൊക്കെ എന്റെ പ്രസംഗം കേട്ടപ്പോ ചിരിക്കലുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ കാലം മാറുന്നതനുസരിച്ച് സംഗതികൾ മാറും. പക്ഷെ അടിസ്ഥാനപരമായ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കിടയിൽ ഭയങ്കരമായിട്ടുള്ള വൈരമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. വൈരം അവർക്കിടയിൽ മാത്സര്യമുണ്ട്. മാത്സര്യമുണ്ട്. നേതാക്കന്മാർ ചിലപ്പോൾ കടുത്ത വാക്കുകൾ പറഞ്ഞേക്കാം. അത് പലപ്പോഴും അണികളെ ഇതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അത് അങ്ങനെയല്ല. കേരളം എല്ലാ സംഘടനകളും ഇപ്പോൾ കേരളം തന്നെ വളരെ ആ നിലക്ക് ഇപ്പം മുസ്ലിം മതസംഘടനകൾ മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും പിന്നെ പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഏതോ ഒരു കോമൺ പ്ലാറ്റ്ഫോം അവരെല്ലാം ഷെയർ ചെയ്യുന്നു. എന്നുവെച്ചാൽ നമുക്ക് വളരെ വളരെ സജീവമായ ഒരു പബ്ലിക് സ്പേസ് ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതും ഇനിയിപ്പം മുസ്ലിം സംഘടനകളുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ മുസ്ലിം സംഘടനാ നേതൃത്വം അങ്ങനെ ഒരു കർക്കശമായ പൊസിഷൻ എടുക്കാന്ന് വിചാരിക്കും. ഈ സംഘടനാപരമായ കമ്പാർട്ട്മെന്റലൈസേഷൻ ഒരു പൊസിഷൻ എടുക്കുകയാണ്, അണികൾ പിരിഞ്ഞു പോകും. പ്രത്യേകിച്ച് യങ് ജനറേഷൻ അവരത് ആഗ്രഹിക്കുന്നില്ല. നേതൃത്വവും തമ്മിൽ അത്യാവശ്യം ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം പറയാം. എൻ്റെ ഉപ്പ, ഞാൻ കോഴിക്കോട് ഇരിക്കുമ്പോഴാണ് ഉപ്പ മരിച്ച വിവരം അറിയുന്നത്. ഉപ്പ മരിച്ച ശേഷം എനിക്ക് ആദ്യം വരുന്ന കോൾ, ഒരു കണ്ടോളൻസ് കോൾ എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് ടി ആരിഫ് അലി സാഹിബിൻ്റെ ആണ്. പഴയ അമീർ, ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. എനിക്ക് രണ്ടാമത് വരുന്ന കോള് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അദ്ദേഹം വിളിക്കുന്നു, ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വരാൻ പറ്റില്ല മോനെ എന്ന് പറയുന്നു. നോക്കൂ, അദ്ദേഹത്തെ പോലുള്ള ഒരാൾ എന്നെ ഓർക്കേണ്ട ഒരു കാര്യമില്ല, അല്ലെ എന്നെ അങ്ങനെ വിളിക്കണ. പക്ഷെ അദ്ദേഹത്തിന് ഒരു എന്താണ് മാസ്മരികമായ നേതൃശേഷിയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ആലോചിക്കാനും വിളിക്കാനും പറ്റുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് ഇങ്ങനെ ഭയങ്കര കത്തി നിൽക്കുന്ന അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ അല്ല, ഞാൻ വ്യക്തിബന്ധങ്ങൾ ഇപ്പം പാണക്കാട്ട് തങ്ങന്മാരെടുത്ത് ആര് ചെന്നാലും ഒരു മനുഷ്യരോടുള്ള ബന്ധങ്ങൾ. പക്ഷെ അതേ പാണക്കാട് തങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് കേരളത്തിലെ AK സംഘർഷങ്ങൾ, ആളുകൾ കൊല്ലപ്പെട്ടവരെ ചെയ്തിട്ടുണ്ട്. വലിയ അത് നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പാണക്കാട് തങ്ങൾ ആയിരിക്കുമ്പോൾ തന്നെയാണ് മുസ്ലിം ലീഗിൽ പിളർപ്പുകൾ ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ മുസ്ലിം ലീഗിൽ പിളർപ്പുകളുണ്ടാകുന്നത് മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന സമസ്യയിൽ പിളർപ്പുണ്ടാകുന്നത്. അത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ആളാണ് പാണക്കാട് തങ്ങൾ എന്ന്
ഓക്കെ, അദ്ദേഹം ആ ലെഗസിയുള്ള ആൾ തന്നെയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ചരിത്രത്തിൽ അങ്ങനെ പലതും ഉണ്ട്. അതിൻ്റെ പേരിൽ നമ്മളിപ്പോൾ അല്ല, ഞാൻ പറഞ്ഞു വന്ന അതല്ല. ഇപ്പം മുസ്ലിങ്ങൾക്കിടയിൽ, മുസ്ലിം സംഘടനകൾക്കിടയിൽ സംഘർഷത്തിന്റെ ഒക്കെ ചരിത്രമുണ്ട്, വലിയ സംഘർഷങ്ങളുടെ ചരിത്രമുണ്ട്. ഏറ്റവും കൂടുതൽ ഉണ്ടായത് എനിക്ക് തോന്നുന്നു സമസ്ത AP. അപ്പം ഞാനൊക്കെ കുട്ടിയായിരിക്കുന്നത് ഞങ്ങളെ മഹലിൽ ഒരു EK ഡോമിനേറ്റഡ് മഹല്ല, വലിയ തല്ലും പിടിയും, APന്റെ ഇത് വെക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമൊക്കെ ഉണ്ട്. ഇപ്പം അത് മാറി. ഇപ്പം എല്ലാവരും പരസ്പരം എന്താ പറയുക ചേർന്ന് നിൽക്കാനുള്ള, പക്ഷെ അതിനെയൊക്കെ മറികടക്കുന്ന ഒരൊറ്റപ്പെട്ട തുരുത്തായിട്ട് ജമാഅത്ത് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്ന് പറഞ്ഞാൽ ഈ സംഘത്തിന്റെ കൂടെ തന്നെയാണ്, കാരണം പൊതു ഉമ്മത്തിന്റെ കൂടെയാണ് ജമാഅത്ത്. അല്ലെങ്കിൽ ഞങ്ങൾ കൾച്ചറലി കുറച്ചുകൂടി ഹെജ്മണിക്കലാണ്, ഞങ്ങളാണ് ഇവിടുത്തെ മുസ്ലിം ഐഡിയോളജി തീരുമാനിക്കുന്നത് എന്നൊരു ചിന്ത ജമാഅത്ത് ഇസ്ലാമിക്കുണ്ടോ? ഞാൻ അഗൈൻ പറയുന്നു, നിങ്ങൾ സംഘടനാപരമായ ജമാഅത്തിന്റെ ഒഫീഷ്യൽ ആളുകൾ ചോദിക്കണം. ജമാഅത്തിൻ്റെ ഈ മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് ടീച്ചിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില പാർട്ടി ക്ലാസ്സുകളിൽ പറയുന്ന എല്ലാ മുസ്ലിം ഇഖാമത്തുദ്ദീൻ എന്നുള്ളതാണ് ജമാഅത്തിൻ്റെ ലക്ഷ്യം. ഇവിടെ പ്രവർത്തിക്കുന്ന ബാക്കി മുസ്ലിം സംഘടനകളെല്ലാം ഈ ലക്ഷ്യത്തെ സഹായിക്കുന്ന, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന സംവിധാനങ്ങളാണ്. ഇതാണ് ഇതിനൊരു ബേസിക് പ്രിൻസിപ്പിൾ, ബേസിക് ടീച്ചിങ് എന്ന് പറയുന്നത്. ഒരാളുകൾക്കും അവരുടെ സംഘടനയെക്കുറിച്ചും മറ്റു സംഘടനകളെ കുറിച്ചുള്ള ഒരു ബേസിക് ടീച്ചിങ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തൊഴിലാളി വർഗം, മുതലാളി വർഗം, വർഗ സംഘടന എന്ന് പറയുന്നൊരു, ഇതേപോലെ ഓരോരുത്തർക്കും ക്ലാസ് വാർ. അതേപോലെ ഇതിൻ്റെ ഒരു ബേസിക് ടീച്ചിങ് എന്താണ്? നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായകരമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഇതെല്ലാം, മറ്റ് എല്ലാ സംഘടനകളും. അപ്പോൾ അങ്ങനെയുള്ള സംഘടനയ്ക്ക് ഇപ്പോൾ ജമാഅത്ത് അല്ലാത്തൊരു സംഘടന വളരുന്നു അല്ലെങ്കിൽ വികസിക്കുന്നു, അവർ സ്ഥാപനങ്ങൾ ഉണ്ടാക്കും, അതിനെന്തായിട്ടാണ് കാണാൻ പറ്റുക? പോസിറ്റീവായിട്ട് കാണാൻ പറ്റുള്ളൂ. അതിൽ പല ഘട്ടങ്ങളിലും ഇപ്പം ജമാഅത്തെ ഇസ്ലാമി മാധ്യമം, മീഡിയ വണ്ണൊക്കെ പല ഘട്ടങ്ങളിലും ഇപ്പം സേട്ടു സാഹിബിനെ കുറെ ഉയർത്തി പിന്നെ താഴെയിട്ട് ഒരു ആരോപണമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ അഭിപ്രായമല്ല, താഴെയിട്ടു മദനിയെ വേണ്ടാത്ത ആവേശം കൊടുത്തു എന്നുള്ള ഒരു ആരോപണം നേരിടുന്നുണ്ട്. അതിനെക്കുറിച്ച് വെച്ചാൽ അത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ ഇപ്പം മാധ്യമത്തിൻ്റെ മീഡിയ വണ്ടൊക്കെ പോളിസിയിൽ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളെന്താണെന്ന് വെച്ചാൽ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന ഒരു പ്രയോഗം നമ്മുടെ നാട്ടിലുണ്ട്. പോളിസിയിലുള്ള വാചകമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ വാചകം യഥാർത്ഥമായൊരു വാചകമാണ്. കാരണം വോയിസ്ലെസ് ആയിട്ട് ആരുമില്ല, എല്ലാവർക്കും വോയിസ് ഉണ്ട്. പ്രശ്നം എന്താണ്? അൺഹേർഡ്. നിങ്ങൾ വോയിസ് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അത് വോയിസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അപ്പോൾ അൺഹേർഡ് ആയിട്ടുള്ള വോയിസുകൾ സാമാന്യമായി എന്താണ് പുറത്തു നിൽക്കുന്ന മുഖ്യധാര വേണ്ടത്ര പരിഗണിക്കാത്ത വോയിസുകൾക്ക് പ്രാമുഖ്യം കൊടുക്കുക, അതിനെ പ്രത്യേകമായി പരിഗണിക്കുക എന്നുള്ളത് നമ്മുടെ ന്യൂസ് പോളിസിയിലുള്ളതാണ്. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ആ നിലക്കുള്ളത് ഉണ്ടായിട്ടുണ്ടാവും. മറ്റുള്ളവരുടേക്കാൾ ഒരു പത്രത്തിന് ഒരാളെ പൊക്കിയാനും താക്കാനും പറ്റുന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ശരിയല്ല. അന്നത്തെ ഞാൻ പറഞ്ഞത് അന്നത്തെ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഇവിടെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് സേഠ് സാഹിബിന് അങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ പറ്റിയത്, അല്ല ആ ശബ്ദം എന്തുകൊണ്ട് സ്വീകരിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ആ കോണ്ടെക്സ്റ്റാണ് അതിൻ്റെ വിഷയം. അതൊരാളെ അങ്ങനെ ആരോപിക്കാം. അല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. മുസ്ലിങ്ങൾക്കിടയിലെ റിഫ്റ്റുകളെ ജമാഅത്തെ ഇസ്ലാമി ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു ആരോപണം ഉണ്ട്. അതിനെക്കുറിച്ച് എന്താ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അപ്പൊ ഇപ്പൊ ലീഗിനെതിരെയാണ് സത്യത്തിൽ സേഠ് സാഹിബ് വന്നത്. കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകൾക്കിടയിലും ഉണ്ടായ ഒരു ഐക്യ കരാറുണ്ടായിരുന്നു കുവൈറ്റിൽ വെച്ചിട്ട്. അതിൽ നേതൃപരമായ പങ്ക് വഹിച്ചത് ജമാഅത്ത് ഇസ്ലാമിയാണ്. ഏത് കാലത്താ? എനിക്ക് തോന്നുന്നത് 80s-ലാണ്, ലേറ്റ് 80s-ലാണ് എൻ്റെ ഓർമ്മ. എന്തായിരുന്നു ആ കരാറിന്റെ? അലമ്പുകളൊക്കെ കാന്തപുരം മുജാഹിദ് നേതാവ് ഇവരൊക്കെ പങ്കെടുത്തതായിരുന്നു. പക്ഷെ അത് പിന്നീട് അത് സ്വാഭാവികം കേരളത്തിൽ അത് നടക്കൂലല്ലോ. ഇനിയിപ്പോ ഒരു സാധ്യത മുസ്ലിം പേഴ്സണൽ ബോർഡ് അതിന്റെ ഫോർമേഷനിൽ മുസ്ലിം മജ്ലിസ് മുഷാവർ ഇതിന്റെ ഫോർമേഷനിൽ വളരെ ലീഡർഷിപ്പ് റോള് ഓഫ് കോഴ്സ് അന്നത്തെ സേഠ് സാഹിബിനൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അന്നത്തെ ജമാഅത്ത് അമീറായിട്ടുള്ള മുഹമ്മദ് യൂസുഫ് സാഹിബ് അവർക്കൊക്കെയാണ് അതിൽ റോളുള്ളത്. അപ്പം കോമൺ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ജമാഅത്തിന്റെ പൊസിഷൻ ജനറലി. അല്ലാതെ ഇനിയിപ്പോൾ കേരളത്തിലെ നമ്മൾ അവസാനിപ്പിക്കാം. നമുക്ക് ഈ കേരളത്തിലെ ഈ ഇപ്പോൾ NDF അടക്കമുള്ള ഈ തീവ്ര എന്ന് പറയുന്ന ആളുകൾക്കുള്ള പിന്തുണ ഈ ജമാഅത്ത് ഐഡിയോളജിയാണ് അല്ലെ ജമാഅത്ത് ഇസ്ലാമിയാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല എന്താണ് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഐഡിയോളജി മറ്റൊരാൾ നടക്കേണ്ടത്. ജമാഅത്ത് എന്ന് പറയുന്ന സംഘടന
കേരളത്തിൽ പിന്നെ അല്ല ഇന്ത്യയിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടതായിട്ട് നമ്മുടെ ഭരണകൂടം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈവൻ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു കലാപത്തിൽ, ഏതെങ്കിലും ഒരു അങ്ങനത്തെ ഒരു പ്രശ്നത്തിലുള്ളതായിട്ട് ഇവിടുത്തെ ഏതെങ്കിലും അന്വേഷണ കമ്മീഷനോ അല്ലെങ്കിൽ ജമാഅത്തിനെ നിരോധിച്ച സമയത്ത് കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റുകളോ പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ വേറെ ഏതോ ഒരാളെ സ്വന്തം അനുയായികളെ സ്വാധീനിക്കാതെ വേറെ ആളുകളെ സ്വാധീനിക്കാൻ ഒരു സംഘടനയ്ക്ക് സാധിക്കുമോ? അങ്ങനെ പ്രശ്നമില്ലേ? സ്വന്തം അനുയായികളെ സ്വാധീനിക്കാൻ പറ്റുന്നില്ല, അവരെ വയലന്റ് ആക്കാൻ പറ്റുന്നില്ല, വേറെ ആളുകളെ വയലന്റ് ആക്കാൻ പറ്റുക എന്നാണ് അതൊരു വിചിത്രമായിട്ടുള്ളൊരു സംഗതിയല്ലേ. അപ്പൊ ഇതിനെയൊക്കെ ഇപ്പൊ ഈ CPM-ന്റെ വാദത്തെയും ഇപ്പൊ മുസ്ലിം സംഘടനകളുടെ തന്നെ ഈ വാദത്തെയൊക്കെ കാണുന്നത് ഒരു മുസ്ലിം വിരുദ്ധ പരാമർശമായിട്ടാണോ? CPM എടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ ടാക്ടിക്കാണ്. അവരിപ്പോൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു മുസ്ലിം ഡീമണെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിം പൈശാചികവൽക്കരണം അവരത് സൃഷ്ടിക്കുന്ന മാത്രമല്ല അതിനു വേണ്ടിയുള്ള ഉപായങ്ങൾ ഇങ്ങനെ ഉണ്ടായി. അതുകൊണ്ടാണ് പറഞ്ഞത് പെഹൽഗാമിനെ നിലമ്പൂരിൽ ഈ നിലക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം വഷളായിട്ടുള്ള കാര്യം, എന്തുമാത്രം മോശമാണ് ആ കാര്യം. ഇത്രയും എക്സ്ട്രീമായിട്ടൊരു എങ്ങനെയാണ് ഒരു പാർട്ടിക്ക് പോകാൻ പറ്റുന്നൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അവർ വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ അവർക്ക് പൊളിറ്റിക്കൽ ഡിവിഡൻഡ് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, പൊളിറ്റിക്കൽ ഡിവിഡൻഡ് ഉണ്ടാകണ കിട്ടിക്കോട്ടെ, അതുണ്ടാവില്ല എന്ന് അവരെന്താണ് മനസ്സിലാക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിലൊരു മുസ്ലിം ജീവിതത്തിൽ വരും കാലങ്ങളിലും ദാവൂദ് നിരന്തരമായി ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ചർച്ചകൾ ഉണ്ടാകും എന്ന ഒരു കാര്യമാണ് എനിക്ക് ഇപ്പം മനസ്സിലായത്. അതിലെപ്പോഴും ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതിലൊരു ഇൻക്ലൂഷൻ്റെ പേരായിട്ട് എപ്പോഴും ദാവൂദ് ഉണ്ടാകട്ടെ എന്നാണ്. അതിനൊരു ഉത്തരവൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇൻക്ലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ എന്ന് പറഞ്ഞാൽ എപ്പോഴും മുസ്ലിം സംഘടനകളുടെ അല്ലെങ്കിൽ ഈ സെക്കുലർ ഫോഴ്സുകളുടെ ഒക്കെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി അത്തരത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്നുള്ള വിമർശനമൊന്നും എനിക്കില്ല. പക്ഷെ അങ്ങനത്തെ ഒരു സാധ്യതകളെ ഉപയോഗിക്കാൻ കഴിയട്ടെ എന്നൊരു ആശംസ. അതിലൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള പറഞ്ഞല്ലോ, ഒരു പ്രസംഗത്തിന്റെ പേരിൽ 200 കേന്ദ്രങ്ങൾ എനിക്കെതിരെ പ്രകടനം നടന്നു. ഞാൻ അതേക്കുറിച്ച് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ എത്രത്തോളം നെയ്വായിട്ടുള്ള, എത്രത്തോളം എന്താ പറയുക, അതിനെക്കുറിച്ച് ആഴമില്ലാത്തൊരു സംഗതിയായിരുന്നു എന്നുള്ളത്. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ക്രിട്ടിക്കൽ അപ്രോച്ച് സ്വീകരിക്കുന്നത് ലെഫ്റ്റ് ഇതിനോടാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജ്ഞാനപരമായ ആധികാരികത എന്ന് പറയുന്നൊരു സംഗതി അവരാണ് കൊണ്ടു നടക്കുന്നത് ഉണ്ട് എന്ന്. അതിൽ അവർ പറയുന്നതാണ് വൈജ്ഞാനികമായി ശരി. അതാണ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കാര്യം. അത് അചോദ്യമായിട്ടുള്ള എന്താണ് ഒരു ലെഫ്റ്റ് ഇൻ്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ ഒരു അചോദ്യ മാർപ്പാപ്പയാണ് എന്നൊരു ധാരണ, വലിയൊരു ധാരണ കനം പിടിച്ച് നിൽക്കുന്നൊരു സൊസൈറ്റിയാണ് നമ്മുടേത്. ഒരു ലെഫ്റ്റ് ഇൻ്റലക്ച്വലിൻ്റെ അജ്ഞത പോലും ഒരു അറിവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആധികാരികമായ അജ്ഞതയായിട്ടാണ് അവരതിനെ കാണുന്നത്. ഒരു വിഷയത്തിൽ ഒരു ലെഫ്റ്റ് ഇൻ്റലക്ച്വൽ, ഞാൻ വെറുതെ പറയില്ല, എനിക്ക് അനുഭവമുണ്ട്, തെറ്റായൊരു കാര്യം എഴുതി, തീർത്തും വസ്തുതാപരമായി തെറ്റായൊരു കാര്യം എഴുതിയാൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിയില്ലായിരുന്നു എന്നവർ പറയും. അപ്പം എനിക്കത് അറിയില്ലായിരുന്നു എന്ന് പറയുന്നതോടുകൂടി അവരത് മുക്തരാകുകയാണ്. കാരണം അവരുടെ അജ്ഞത പോലും ആധികാരികമായ ഒരു ജ്ഞാനമായിട്ട് പരിഗണിക്കപ്പെട്ടു വരുന്ന ഒരു ഇൻ്റലക്ച്വൽ കോണ്ടെക്സ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പം അതിൽ ആ ഒരു അതീശ ജ്ഞാനബോധം, അങ്ങനെ തന്നെയാണ് അതിന്, ആ ഒരു വൈജ്ഞാനികമായ ഒരു ആധികാരികത, അതിനോട് സംഘർഷപ്പെടുന്ന ഒരാൾ, അതിനോട് കലഹിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അതിനോട് എതിർക്കുന്ന, ശരിക്കും അതിനോട് എൻഗേജ് ചെയ്തിട്ട് അതിനോട് ഏതെങ്കിലും നിലക്കുള്ള ഒരു ഡിസന്റ് പ്രകടിപ്പിക്കുന്ന ഒരാൾ മാരകമായി ആക്രമിക്കപ്പെടും എന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തയ്യാറാണ് കേൾക്കാൻ. അത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ ഇതിൽ തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആധികാരികതയുടെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അത് ഒട്ടുമേ മനസ്സിലാക്കാത്ത ഒരാളാണ് ഇപ്പോൾ ഈ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്നത് എന്നുള്ള കൂടെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എതിർപ്പ് ലെഫ്റ്റിനോട് തുടരും. അങ്ങനെ ലെഫ്റ്റിനുള്ള എതിർപ്പല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു എന്താ പറയുക, ഈ പറഞ്ഞ ഒരു ആധികാരികത അവകാശപ്പെടുന്ന ആളുകൾ, അപ്പോൾ ഇവരുടെ ഈ ആധികാരികത പൊളിക്കുക, അതിനെതിരെ വരുന്ന ചെറിയ കുട്ടികൾ പോലും അവർക്ക് അസഹ്യമായിട്ട് തോന്നും. അതുകൊണ്ടാണ് എന്തൊരു തരം ഉന്മാദമായി ഇപ്പം ഈ
പറയുന്ന വണ്ടൂർ ഇതിന് ശേഷം അല്ലെങ്കിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം എന്തുമാത്രം ഉന്മാദം നിറഞ്ഞ ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ യമനിലെ ഇതുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ അതിമാരകമായിട്ടുള്ള ക്യാമ്പയിൻ നടക്കുക. ഞാനിത് നോക്കൂ, ഇതൊരു തരം ഉന്മാദാവസ്ഥയാണ്. ഇതൊരു ഹിസ്റ്ററിക് സിറ്റുവേഷനാണ്. ഒരു പ്രസ്ഥാനത്തിൽ ഈ സാധാരണ നമ്മൾ ഈ സൈബർ ഭാഷയിൽ സൈബർ കമ്മികൾ എന്ന് വിളിക്കപ്പെടുന്ന ആൾ, ഇവരുടെ വളരെ പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് വരുന്ന ആളുകൾ വരെ ഇതാണ് പറയുന്നത്. എത്ര മോശമായിട്ടാണ് അവർ സംസാരിച്ചത്, എത്ര എന്താ പറയുക, ആഴമില്ലാത്ത വാക്കുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം യമനുമായി ബന്ധപ്പെട്ട് എന്തോ ആ വിഷയത്തിൽ അതിൽ പിന്നെ ഒരു അഭിപ്രായം പറഞ്ഞ ഒരാളും ഞാനും തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ, എല്ലാം മൗദൂദി ജമാഅത്ത് എന്നുള്ള ഇതൊരു ഹിസ്റ്ററി, ഒരു അപസ്മാര അവസ്ഥയാണ്. ഇങ്ങനത്തെ അപസ്മാര അവസ്ഥ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒരു തരം ഇതിനെ എങ്ങനെ മറികടക്കും? അവരെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന് അല്ല, ഒരു വ്യക്തി എന്നുള്ളതൊക്കെ എനിക്കത് സ്പർശിക്കുന്നില്ല. തരിമു സ്പർശിക്കുന്നില്ല. എന്തെല്ലാം നിലക്കുള്ള ഡീമണൈസേഷനാണ് നടത്തുന്നത്. ബില്ലാദനാന്ന് പറയുന്നത്, ബില്ലാദിനെ തൊപ്പിയിട്ടുകൊണ്ട് എൻ്റെ ഇതൊക്കെ എന്തുകൊണ്ട് കാര്യം? ഇത് എന്നെ സ്പർശിക്കുന്നില്ല, പിന്നെ ഇത് ചെയ്തുകൊണ്ട് ഒരു ഭാഗത്ത് തന്നെ ഇത് സ്പർശിക്കുന്നില്ലെന്ന് മാത്രമല്ല, മറുഭാഗത്ത് ഇത് ഉന്മാദാവസ്ഥ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഉന്മാദിയായി കഴിഞ്ഞാൽ ആർക്കാണ് അതിൻ്റെ കുഴപ്പം? എന്നെ എന്താണ് ഒരു മതജീവിയായിട്ട്, ഇപ്പം മാധ്യമപ്രവർത്തകനായിട്ട് കാണുന്നത്. ഞാനൊരു ട്രെയിനി ആയിട്ട് മാധ്യമപ്രവർത്തനം തുടങ്ങിയ ആളാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ എല്ലാ പ്രിൻ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ടെലിവിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫീൽഡ് ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ന്യൂസ് റൂം മാനേജ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ ഇതിനകത്താണ്. അപ്പോൾ നമ്മുടെ ആധുനിക മാധ്യമ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ അടരുകളിലൂടെയും സഞ്ചരിക്കുകയും അതിൻ്റെ ലീഡർഷിപ്പ് റോൾ നിൽക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ അയാൾ മാധ്യമ പ്രവർത്തനമായിട്ട് കാണാൻ പറ്റില്ല, അയാളൊരു മതസംഘടനക്കാരനാണെന്ന് പറയും. ഇത് നോക്കൂ, ഈ ഒരു സംഗതി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വക്കം മൗലവി എന്ത് ചെയ്യും? നമ്മൾ നാളെ ഇപ്പോൾ ഇതെടുക്കും, ദാവൂദ് വക്കം മൗലവിയായിട്ട് ഇതായി. ഈ മതത്തെക്കുറിച്ച് ഇത് നോക്കണം. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനെയും അങ്ങ് മാറ്റി നിർത്താമെന്നാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ പത്രം തുടങ്ങിയത് ആരാണ്? ദീപിക എന്താണ്? അത് ഒരു മതസംഘാടന മതപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയല്ലേ. വക്കം മൗലവി ആരാണ്? അയാളേക്കാൾ വലിയൊരു മതപണ്ഡിതൻ അല്ലെങ്കിൽ മതസംഘാടകൻ ആരാണ്? വക്കം മൗലവി ഇവരെന്ത് ചെയ്യും? ഇപ്പോൾ സ്കൂളുകളിൽ ഇതൊരു പിന്നെ സ്കൂളുകളിൽ ഇവർ കൊണ്ടുവരുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ഡിബേറ്റ് വരുമ്പോൾ ഇവർ ഉപയോഗിക്കുന്ന SFI DYFIക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ഇതൊരു മത റിപ്പബ്ലിക് അല്ല. ശരിയാണ്, ഇത് മത റിപ്പബ്ലിക് അല്ല, പക്ഷെ ഇതൊരു മതരഹിത റിപ്പബ്ലിക്കും അല്ല. വിശ്വാസം കൊണ്ട് നടക്കുന്ന, വിശ്വാസത്തിൽ അഭിമാനം കൊള്ളുന്ന മനുഷ്യർ. ഇവിടെ നോക്കൂ, ഈ സ്കൂളുകൾ തുടങ്ങിയത് ആരാണ്? കമ്മ്യൂണിസ്റ്റുകളാണോ സ്കൂളുകൾ തുടങ്ങിയത്? കേരളത്തിൽ മത നേതൃത്വമല്ലേ സ്കൂളുകൾ തുടങ്ങിയത്? ക്രിസ്ത്യൻ മതപ്രചാരകല്ലേ സ്കൂളുകൾ തുടങ്ങിയത്? പിന്നെ ആരാ തുടങ്ങിയത്? മതസംഘടനകൾ. നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പേ നമുക്ക് സമുദായ സംഘടനകളുണ്ടെന്ന് മനസ്സിലാക്കണം. രാഷ്ട്രീയ പാർട്ടികൾ വളരെ ലേറ്റ് ആയിട്ടുള്ളൊരു ഫെനോമിനയാണ്. അതിനു മുമ്പേ ഇവിടെ സാമുദായിക സംഘടനകളുണ്ട്. അപ്പോൾ ഇതെന്തോ ഒരു തരം ഞങ്ങൾ മാത്രം കളിക്കുന്ന ഒരു ഫീൽഡ് ഗ്രൗണ്ടാണ് എന്ന് വിചാരിക്കുന്നു. സമുദായ സംഘടനകൾ, മതസംഘാടകർ, അത് ഏതെങ്കിലും നിലക്ക് എന്താ പറയുക, അപകർഷമായിട്ട് കാണേണ്ട കാര്യമല്ല. ഇത് മത റിപ്പബ്ലിക് അല്ല എന്നതുപോലെ തന്നെ പ്രധാനമാണ് ഇത് മതരഹിത റിപ്പബ്ലിക്കും അല്ല. ഇപ്പോൾ CPM എൻ്റെ അടിസ്ഥാന ആശയം മതരാഹിത്യമാണ്. മതരാഹിത്യം വെച്ച് ഇവിടുത്തെ സ്കൂളുകളെല്ലാം നടത്താമെന്നാണോ? അങ്ങനെ പറ്റില്ല. ഓക്കെ, മതരാഹിത്യം എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയോളജി, അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് ഇവിടെ പിള്ളേരെ പഠിപ്പിക്കാം. പക്ഷെ ഇതൊരു മതരഹിത റിപ്പബ്ലിക് അല്ല. മതരാഹിത്യത്തിൻ്റെ ഇത് അടിസ്ഥാനങ്ങൾ വെച്ചിട്ട് അല്ല ഇവിടുത്തെ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ മാധ്യമ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും സാമൂഹിക സംഘാടനത്തിൻ്റെ മേഖലയാണെങ്കിലും എല്ലാറ്റിലും പ്രാഥമികമായ അതിൽ പങ്കുവഹിച്ചിട്ടുള്ളത് ഇവിടെ മതസമൂഹങ്ങളാണ്, സമുദായ സംഘടനകളാണ്. അപ്പോൾ ഇന്നയാൾ ഒരു സമുദായ സംഘടനയുടെ ഭാഗമാണ്. അതുകൊണ്ട് അയാളെ മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു രസത്തിന് നിങ്ങൾക്ക് പറഞ്ഞു. അതൊക്കെ അംഗീകരിക്കപ്പെടുന്ന കാലം കഴിഞ്ഞു. ഞാൻ നോക്കൂ, ഞാനൊരു മതസംഘടനയുടെ ഭാഗമുണ്ടെങ്കിൽ അതിൻ്റെ ആത്മീയമായിട്ടുള്ള ബോധ്യങ്ങളുടെ, മതപരമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്.
എല്ലാ മാധ്യമപ്രവർത്തനവും അതുണ്ടാവും. ഞാനത് മറച്ചു വെക്കുന്നില്ല. അതെ അതെ അത് നിങ്ങളുടെ ഒരു മാധ്യമ പ്രവർത്തനമാണെന്നൊരു സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് എൻ്റെ ആത്മീയ ബോധ്യങ്ങളെ മാറ്റിവെക്കണമെന്ന് പറയാൻ നിങ്ങൾ ആർക്കാണത്? ആരാണ്? അപ്പോൾ ഇത് ഇങ്ങനെ നിരന്തരം പറഞ്ഞു നിങ്ങൾ സ്വയം എല്ലാ ദിവസവും ഉന്മാദാവസ്ഥയിൽ ജീവിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ അങ്ങനെ ഉന്മാദം മൂക്കുമ്പോൾ സ്വയം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ആ ഒടുവിലത്തെ വിവാദമായ ഓഡിയോ അല്ലെങ്കിൽ വിവാദമാക്കപ്പെട്ട വീഡിയോയിൽ പറയുന്നു അകമേ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അകമേ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവ്മെൻറ്റ് അത് അത് മനസ്സിലാക്കാത്ത സവിശേഷമായ ഒരു ഉന്മാദാവസ്ഥയിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ഓക്കെ, താങ്ക് യു.